Okay, first question. Tagore is one of the greatest poets of modern India. Convert into comparative degree. അപ്പോൾ ഇതിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഇവിടുത്തെ അഡ്ജക്റ്റീവ് നോക്കുക, ഗ്രേറ്റസ്റ്റ്. അതെന്താണ്? സൂപ്പർലേറ്റീവ് ആണ്. അത് ഏത് രീതിയിലേക്ക് മാറ്റണം? ഗ്രേറ്റർ ദാൻ എന്ന രീതിയിലേക്ക് മാറ്റണം. ഗ്രേറ്റസ്റ്റ് സൂപ്പർലേറ്റീവ് അതിൻ്റെ കമ്പാരിറ്റീവ് എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഗ്രേറ്റർ എന്നും വന്നിട്ടുണ്ട്, ദാൻ എന്നും വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടാഗോർ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റിന് പകരം ഈ വൺ ഓഫ് മാറ്റിയിട്ട് ദ ഗ്രേറ്റസ്റ്റ്, ടാഗോർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഓഫ് മോഡേൺ ഇന്ത്യ എന്നായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? നമുക്ക് ഈ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ നമുക്ക് ആൻസർ ആക്കാമായിരുന്നു. എങ്ങനെ? ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ എനി അതർ പോയിറ്റ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് ആക്കാമായിരുന്നു. ഇവിടെ പോയറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെയും പോയറ്റ് സിംഗുലർ. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ ചോദ്യം വായിച്ചു നോക്കുമ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ ദ ഗ്രേറ്റസ്റ്റിന് മുമ്പായിട്ട് വൺ ഓഫ് എന്ന് വന്നിട്ടുണ്ട്, അല്ലെ? വൺ ഓഫ്. അങ്ങനെ വൺ ഓഫ് എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മെനി അതറും മോസ്റ്റ് അതറുമാണ്. ഇതാണ് മെനി അതർ, മോസ്റ്റ് അതർ, പിന്നെ അതിനുശേഷം പ്ലൂറൽ ആയിട്ടുള്ള നൗൺ ഫോം. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ മെനി അതർ, മോസ്റ്റ് അതർ അങ്ങനെ ഉണ്ടോ? ഉണ്ട്. എവിടെ? ഈ രണ്ട് ഓപ്ഷനിലും ബിയിലും സിയിലും നമുക്ക് മെനി അതർ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അങ്ങനെ വന്നിട്ട് തുടർന്ന് വരേണ്ടത് എങ്ങനെ ആയിരിക്കണം? പ്ലൂറൽ ഫോമിലായിരിക്കണം. എന്നാൽ എനി അതറിന് ശേഷം സിംഗുലർ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ. എന്നാൽ മെനി അതർ വന്നു കഴിഞ്ഞാലോ, മെനി അതറോ മോസ്റ്റ് അതറോ വന്നു കഴിഞ്ഞാൽ അത് പ്ലൂറലായിരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് മെനി അതർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മോസ്റ്റ് അതർ എന്ന് പറയുന്ന സംഭവം ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ ബിയിലും സിയിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും മെനി അതർ. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് വരേണ്ടത് ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കണം. ഇവിടെ നോക്കുക, മെനി അതർ പോയറ്റ്സ്. എന്നാൽ ഇവിടെ മെനി അതർ പോയറ്റ് എന്നേ ഉള്ളൂ. നമുക്ക് പ്ലൂറൽ ആയിരിക്കണം വരേണ്ടത്. അപ്പൊ മെനി അതർ അല്ലെങ്കിൽ മോസ്റ്റ് അതർ, പിന്നെ അത് കഴിഞ്ഞ് പ്ലൂറൽ ഫോർ. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഏതാണ്? ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പം ഈ വൺ ഓഫ് ഇല്ലാതെ സൂപ്പർലേറ്റീവ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ പോയറ്റ് എന്നേ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എനി അതർ കഴിഞ്ഞിട്ട് സിംഗുലർ ആയിട്ടുള്ള നമ്മൾ എഴുതണം. അപ്പൊ എനി അതർ പോയറ്റ്. എന്നാൽ വൺ ഓഫ് വരികയും ഇതുപോലെ പോയറ്റ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാവൂ? മെനി അതറോ മോസ്റ്റ് അതറോ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് പ്ലൂറൽ ആയിട്ടുള്ളൂ. ഈ പോയറ്റ്സ് എന്നുള്ള ഇവിടെയും വരണം. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? ഈ പറയുന്ന ഓപ്ഷനാണ്. ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എവരി അഡൽട്ട് ഹാസ് ദ റൈറ്റ് ടു മാരി ഡാഷ്. അപ്പൊ ഇതെന്താണ്? ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എവിടെയാണ്? സഹായക്രിയയിലായിരിക്കണം നമ്മൾ നോക്കേണ്ടത്, അല്ലെ? സഹായക്രിയയിൽ നോക്കണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ സഹായക്രിയയാണ് ഹാസ് ആണ്. ഇനി ആ സഹായക്രിയയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ടിന്റെ ചെറിയ രൂപ ഇൻറ്റ് നമ്മൾ ചേർക്കണം. അപ്പൊ അങ്ങനെ വരും ഹാസിൻറ്റ് എന്ന് വരും. ഓക്കെ, ഹാസിൻറ്റ് എന്ന് വരും. അങ്ങനെ ഹാസിൻറ്റ് നമ്മൾ എഴുതുക. എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സബ്ജക്റ്റ് നോക്കുക. എന്താണ്? എവരി അഡൾട്ട് എന്നാണ് സബ്ജക്റ്റ്. അങ്ങനെ എവരി അഡൾട്ടൻസ് എന്നുള്ള സബ്ജക്റ്റിന്റെ പ്രൊനൗൺ ആണ് നമുക്ക് വേണ്ടത്. അതെന്തായിരിക്കും? ദേ ആയിരിക്കും. എന്തായിരിക്കും? ദേ. ഹാസിൻറ്റ് ദേ എന്ന് നമുക്ക് എഴുതാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു മിസ്റ്റേക്ക് വരും. എന്താണ്? ഈ എവരി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹാസ് എഴുതിയത്. എന്നാൽ ദേ വരുമ്പോൾ എന്തായി മാറും? പ്ലൂറലായി മാറും. അപ്പൊ നമ്മൾ ഹാസിന് പകരം എന്ത് എഴുതാവും? ഹാവ് എ എഴുതാവും. അപ്പൊ ഹാവിൻ്റെ ദേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്. ഏതാ? സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ അങ്ങനെ ഒരു എവരി അഡൽട്ട് ഹാസ് ദ റൈറ്റ് ടു മാരി. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഹാവിൻ്റെ എന്നായിരിക്കും കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ഡാഷ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ഇഫ് ക്ലോസിന്റെ ടെൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. അതെന്തിനെ ആശ്രയിച്ചായിരിക്കണം? തുടർന്ന് വന്നിരിക്കുന്ന മെയിൻ ക്ലോസിനെ ആശ്രയിച്ചായിരിക്കണം. ഇവിടുത്തെ മെയിൻ ക്ലോസ് എങ്ങനെയാണ്? വുഡ് ഹാവ് പ്ലസ് V3 എന്നാണ്. ട്രെയിൻഡ് എന്ന് പറയുന്നത് V3 ആണ്. അങ്ങനെ വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ് പ്ലസ് V3 എന്ന് വന്നു കഴിഞ്ഞാൽ
അതിനർത്ഥം എന്താ? ഇവിടെ വരേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും. അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഇഫ് ക്ലോസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൺസെഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതാണ് ഹാഡ് പ്ലസ് V3. ഇതാണ് ഹാഡ് പ്ലസ് V3. അങ്ങനെ ഹാഡ് പ്ലസ് V3 എന്ന് വന്നിരിക്കുന്നത് ഏതാ? നോക്കുക, ഹാഡ് വാണ്ടഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പം വരും ഇഫ് യു ഹാഡ് വാണ്ടഡ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു എന്ന് വരും. ഇനി അടുത്ത ചോദ്യം, ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും അറ്റ് വരുമോ, ടു വരുമോ, ഇൻ വരുമോ, ഓഫ് വരുമോ? ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടു. എവിടെ വെച്ച്? എൻ്റെ അങ്കിളിന്റെ ഹോമിൽ വെച്ച്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, ഒരു പർട്ടിക്കുലർ പ്ലേസ് ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മളിവിടെ എന്താ ഉപയോഗിക്കുക? അറ്റാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ഹാവ് യു റെഡ് ഒതല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് മീ ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് നോക്കുമ്പോൾ എന്താണ്? ഇതൊരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് എന്ന് വരണം. ഇവിടെ അങ്ങനെ ആസ്ക്ഡ് എന്ന് തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദ ടീച്ചർ ആസ്ക്ഡ് മീ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിലേക്ക് നോക്കുമ്പോൾ ഇത് എങ്ങനെയുള്ള ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്? സഹായക്രിയയിൽ തുടങ്ങിയിരിക്കുന്ന ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ഹാവ് എന്ന് പറയുന്നത് സഹായക്രിയയാണ്. അങ്ങനെ സഹായക്രിയയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആകുമ്പോൾ ഈ ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെദർ എന്നോ ഇഫ് എന്നോ എഴുതണം. ഇവിടെ നോക്കാം, ഇവിടെ എല്ലാം വെദർ വന്നിട്ടുണ്ട്. വെദർ, ഓക്കെ, ഇവിടെയുണ്ട് വെദർ. ഇവിടെ വെദർ ഇല്ല, അതുകൊണ്ട് ഇതിനെ നമുക്ക് തുടക്കത്തിൽ തന്നെ കളയാം. ഇനി വെദർ വന്നിരിക്കുന്ന മാത്രം നമ്മൾ നോക്കുക. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ, ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ, ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ. അപ്പൊ ഇത്രയും കറക്റ്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. ഇതിനെ റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ഏത് രൂപത്തിൽ കിടക്കുകയാണ്? ചോദ്യ രൂപത്തിൽ കിടക്കുകയാണ്. അത് ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിൽ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനെ എന്താക്കി മാറ്റണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് ഓക്സിലറീസ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ് എന്ന രീതിയിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് യു ആണ്. അപ്പൊ യു ആദ്യം നമ്മൾ എഴുതുന്നു. പിന്നെ ഇവിടുത്തെ സഹായക്രിയ ഹാവ് ആണ്. യു ഹാവ്. ഇവിടുത്തെ വെർബ് റെഡ് ആണ്. പിന്നെ ബാക്കി ഒതല്ലോ. അപ്പൊ യു ഹാവ് റെഡ് ഒതല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റിയിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ. ഇനി യുവിനെ റിപ്പോർട്ട് ചെയ്യണം. യു എന്ന് പറയുമ്പോൾ ഇവിടെ ആരെ ഉദ്ദേശിക്കുന്നത്? എന്നെയാണ്. അപ്പൊ യു മാറി ഐ ആവണം. ഇനി ഹാവ് റെഡ് എന്ന് പറയുമ്പോൾ അതേ ടെൻസ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതിന്റെ ടെൻസ് ഇവിടെ മാറണം. കാരണം എന്താ? ഇവിടെ ആസ്ക്ഡ് എന്ന് വന്നതുകൊണ്ട്. അങ്ങനെയാകുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് എന്തായി മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. അതായത് ഹാവ് റെഡ് എന്നുള്ളത് ഹാഡ് റെഡ് എന്ന് വരണം. ഐ ഹാഡ് റെഡ് ഒതല്ലോ. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? നോക്കുമ്പോൾ അതിന്റെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് റെഡ് ഒതല്ലോ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹി വിൽ സർട്ടൻലി ഹെൽപ് ദ പുവർ ബോയ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പൊ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാസീവ് വോയിസ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? നോക്കുക, ദ പുവർ ബോയ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, ദ പുവർ ബോയ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ അത് ആദ്യം വരണം. നോക്കുക, ദ പുവർ ബോയ്. ഇവിടെ എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ കറക്റ്റ് ആണല്ല. ഓക്കെ, അപ്പൊ തുടക്കം എല്ലാത്തിന്റെയും കറക്റ്റ് ആണ്. അപ്പം ദ പുവർ ബോയ്. അപ്പം ദ പുവർ ബോയ് എന്താ ചെയ്യേണ്ടത്? നോക്ക്, ഇവിടെ വിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വില്ലോ ഷാളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ എഴുതണം. ഇവിടെ വില്ലായതുകൊണ്ട് ഇവിടുത്തെ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം പേഴ്സൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വിൽ അതുപോലെ തന്നെ എടുത്തെഴുതാം. അപ്പൊ അങ്ങനെ വരും, ദ പുവർ ബോയ് വിൽ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പാസീവ് വോയിസിലുള്ള വെർബിന്റെ പൊതുവായുള്ള ഫോം എങ്ങനെയായിരിക്കും? ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കും. ഇതാണ് ബി ഫോംസ് പ്ലസ് V3 എന്ന രീതിയിൽ എഴുതണം. ഇവിടെ ദ പുവർ ബോയ് വിൽ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ബി ഫോംസ് പ്ലസ് V3 എന്ന് എഴുതണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വില്ലോ അല്ലെങ്കിൽ ഷാളോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മോഡൽ ആക്സറീസോ വരികയാണെങ്കിൽ ബിയുടെ രൂപം നമ്മൾ എഴുതേണ്ട കാര്യമില്ല, ആ ബി തന്നെ എഴുതണം. അപ്പൊ എങ്ങനെ വരും? വിൽ ബി. അപ്പൊ ദ പുവർ ബോയ് വിൽ ബി. അങ്ങനെ വന്നിരിക്കുന്ന നോക്കുക, ദ പുവർ ബോയ് വിൽ ബി. ഇനി V3 ഫോം, അതായത് ഹെൽപ്പിന്റെ V3 ഫോം എന്താണ്? ഹെൽപ്ഡ്. പിന്നെ ബൈ പ്ലസ് സബ്ജക്ട്, ബൈ ഹിം. അപ്പൊ അങ്ങനെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ വരും, ദ പുവർ ബോയ് വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം. ഇനി അടുത്ത ചോദ്യം,
സ്പോട്ട് ദ എററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ഓഫ് ദ 2 pens the red one is the best. ഇവിടെ പ്രശ്നം എന്താണ് നോക്കുക, ഇവിടെ 2 പേനയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെ താരതമ്യം ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട അഡ്ജക്റ്റീവ് ഏത് ഡിഗ്രിയിലായിരിക്കണം? കമ്പാരിറ്റീവ് ഡിഗ്രിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്താ? ബെസ്റ്റ് എന്നാണ്. ആ തെറ്റിപ്പോയി. ആ ബെസ്റ്റ് ഏത് ഡിഗ്രിയാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. പകരം അവിടെ എന്തായിരുന്നു വരേണ്ടത്? ബെറ്റർ എന്നായിരുന്നു വരേണ്ടത്. ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ആണ്, അത് വരാൻ പാടില്ല. കാരണം എന്താ? 2 വസ്തുക്കളെ കുറിച്ച് പറയുന്നത് കൊണ്ട്. അപ്പോൾ അവിടെ വരേണ്ടത് കമ്പാരിറ്റീവ് ആയിരുന്നു. അപ്പം ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത് ഏതാണ്? ഈ ഡി എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ശരിയായ സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനസ്തേഷ്യ എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ ശരിയായ രീതിയിൽ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അതേതാണ്? ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ANAESTHESIA, അനസ്തേഷ്യ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഇഡിയം സ്വാൻ സോങ് മീൻസ്. സ്വാൻ സോങ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാൻ സോങ് എന്ന് വെച്ചാൽ എന്താണ്? ദ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സിനോണിം ഓഫ് ഡിസ്മൽ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഡിസ്മൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? ഗ്ലൂമി എന്നാണ്. ഇതാണ് ഗ്ലൂമി. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ 1 word ഫോർ എ സീക്രട്ട് അറേഞ്ച്മെന്റ്. എ സീക്രട്ട് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഇതിന്റെ 1 word ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താ? കൊള്യൂഷൻ ആണ്. അതാണ് കൊള്യൂഷൻ. ഓക്കെ, കൊള്യൂഷൻ ആണ് എ സീക്രട്ട് അറേഞ്ച്മെന്റ്. ഇനി എന്താണ് കൊളീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൂട്ടിയിടിയുന്നതാണ്. അപ്പൊ ഏതെങ്കിലും വാഹനങ്ങൾ തമ്മിലോ എന്തെങ്കിലും നമ്മൾ കൂട്ടിയിടിക്കുന്നതാണ് കൊളീഷൻ എന്ന് പറയുന്നത്. കോയാഗുലേഷൻ എന്ന് വെച്ചാൽ അർത്ഥം കണീഭവനം, കട്ടിയാവൽ. അതാണ് കോയാഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോയലേഷൻ പറയുമ്പോൾ എന്തായിരിക്കും? കൂടിച്ചേരൽ എന്നർത്ഥമില്ല. ഇവിടെ എ സീക്രട്ട് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ 1 word കൊള്യൂഷൻ ആണ്. അതാണ് കൊള്യൂഷൻ. അടുത്ത ചോദ്യം, ആസ് യു ആർ ആൾറെഡി ഹിയർ ആൻഡ് യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? നമ്മൾ സിമ്പിൾ സെന്റൻസിലേക്ക് മാറ്റണം. ഇവിടെ നോക്കാം, ഇവിടെ 2 ക്ലോസുകളുണ്ട്. ആസ് യു ആർ ഓൾറെഡി ഹിയർ എന്ന് പറയുന്നതും യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക്. ഇനി ഇതിനകത്ത് സബ്ജക്റ്റ് സെയിം ആണ്. ഇവിടുത്തെ സബ്ജക്റ്റും സെയിം ആണ്. അങ്ങനെ 2 ക്ലോസ് വരികയും സബ്ജക്റ്റ് സെയിം ആവുന്ന സെന്റൻസുകൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ സിമ്പിൾ സെന്റൻസ് ആക്കാൻ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ആദ്യത്തെ ക്ലോസിനെ നമ്മൾ എന്താക്കണം? ഫ്രേസ് രൂപത്തിലേക്ക് മാറ്റണം. എങ്ങനെയുള്ള ഫ്രേസിലേക്കാണ് മാറ്റേണ്ടത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫ്രേസിലേക്ക് മാറ്റണം. നമുക്കറിയാം പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് വെച്ചാൽ എന്താ? വെർബിന്റെ ING ഫോം. അതാണല്ലോ പ്രസന്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെയാകുമ്പോൾ ഈ ഇവിടെ തന്നിരിക്കുന്ന ക്ലോസിലെ വെർബിനെ നമ്മൾ കണ്ടെത്തുക. ഇവിടുത്തെ വെർബ് എന്താണ്? ഈ ആറാണ് ഇവിടുത്തെ വെർബ്. ഈ ആറിന്റെ യഥാർത്ഥ രൂപം എന്തുവാ? അത് V1 ഫോം എന്താണ്? ബി ആണ്. എന്താണ്? ബി. ഇനി അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ING ചേർക്കണം. അപ്പൊ എന്തായി മാറും? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവും. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ING ചേർന്ന് വരുന്ന വെർബിൽ തുടങ്ങുന്ന ഫ്രേസ്, അതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ബീയിങ് എന്ന് പറഞ്ഞു തുടങ്ങണം. അങ്ങനെ ബീയിങ്. ഇനി നമ്മൾ ഈ അസ്യു ഒന്നും വേണ്ട. ഓക്കെ, ബീയിങ് ഓൾറെഡി ഹിയർ. ഇവിടെ തൊട്ടാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത്. അതായത് ഈ വെർബിനെ ING ആക്കിയിട്ട് അതിനുശേഷമുള്ള ബാക്കി എഴുതുക. അപ്പൊ ബീയിങ് ഓൾറെഡി ഹിയർ എന്നിട്ടൊരു കോമ കൊടുക്കുക. എന്നിട്ട് ഈ ആൻഡിനെ വെട്ടിക്കളയുക. എന്നിട്ട് രണ്ടാമത്തെ ക്ലോസ് അതുപോലെ എടുത്തങ്ങ് എഴുതുക. എന്താണ്? യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക്. അപ്പൊ അത് സിമ്പിൾ സെന്റൻസ് ആയി. സിമ്പിൾ സെന്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെയിൻ ക്ലോസ് മാത്രം ഉള്ള സെന്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അവിടെ എന്തും വരാം? ഫ്രേസും വരാം.
ഇനി എന്താണ് മെയിൻ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു സബ്ജക്റ്റേ കാണാവൂ, ഒരു ടെൻസ് ഫോമുള്ള വെർബേ വരാവൂ, അതിന് പൂർണ്ണമായ അർത്ഥവും ഉണ്ടാകണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ യു ഒരു സബ്ജക്റ്റ് ആണ്, ക്യാൻ, ഡു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. പിന്നെ ഇതിനെന്തുണ്ട്? പൂർണ്ണമായ അർത്ഥവും ഉണ്ട്. അങ്ങനെ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് മെയിൻ ക്ലോസ് എന്ന് പറയാം. അങ്ങനെ ഒരു മെയിൻ ക്ലാസ് മാത്രമുള്ള സെന്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഇവിടെ അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബീയിങ് ഓൾറെഡി ഹിയർ എന്ന് വരണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നോക്കുക, ബീയിങ് ഹിയർ ഓൾറെഡി. ഈ ഹിയറും ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറ്റി എഴുതിയെന്നേ ഉള്ളൂ, ഇത് കുഴപ്പമൊന്നുമില്ല. ബീയിങ് ഹിയർ ഓൾറെഡി കോമ പിന്നെ യു ക്യാൻ ഷ്യൂർലി ഡു ദ വർക്ക്. അങ്ങനെ ആകുമ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ വേർഡ് എക്സ്പാർട്ടി മീൻസ്. എക്സ്പാർട്ടി എന്ന് പറയുന്ന ഫോറിൻ വേർഡിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വൺ സൈഡഡ് എന്നാണ്. ഇതാണ് വൺ സൈഡഡ്. അടുത്ത ചോദ്യം, അന്റോണിം ഓഫ് ദ വേർഡ് ഇഡിയസി. ഇഡിയസി എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിം, അത് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? സെഗസിറ്റി ആണ്. അതാണ് സെഗസിറ്റി. അറിവ് എന്നൊക്കെയാണ് സെഗസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്, പിക്ക് ഔട്ട് ദ റൈറ്റ് കളക്റ്റീവ് നൗൺ. ഏതായിരിക്കും? ഗാർലൻഡ് ആണ്. ഇതാണ് ഗാർലൻഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഒപ്പോസിഷൻ പാർട്ടി ഡാഷ് എ സ്ട്രൈക്ക്. എന്ന് വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ചെയ്തു? സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്തെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ആഹ്വാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രേസൽ വെർബ് എന്തുമായിരിക്കും? കാൾ ഫോർ ആയിരിക്കും. കാൾ ഫോർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി എന്താണ് കാൾ ഓൺ, കാൾ അറ്റ്? രണ്ടും സെയിം അർത്ഥമാണ്. വിസിറ്റ് എന്നാണ് അർത്ഥം, സന്ദർശിക്കുക. ഇനി കാൾ ഓൺ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നതിനെ നമ്മൾ കാൾ ഓൺ എന്ന് പറയുന്നത്. ഒരു സ്ഥലം സന്ദർശിക്കുന്നതിനെ നമുക്ക് കാൾ അറ്റ് എന്ന് പറയാം. ഇനി എന്താണ് കാൾ ഓഫ്? ക്യാൻസൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ക്യാൻസൽ. അടുത്ത ചോദ്യം, ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി. ജെന്റിലാണോ, ജെന്റൈലാണോ, ജെന്റിലാണോ, ജെന്റിലാണ്? എന്തായിരിക്കും? ജെന്റീൽ എന്നാണ്. ഇതാണ് ജെന്റീൽ. അടുത്ത ചോദ്യം, വുഡ് യു മൈൻഡ് ഡാഷ് ഓഫ് ദ ഫാൻ. നമുക്കറിയാം വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട വെർബ് എങ്ങനെ ആയിരിക്കണം? ING ഫോം ഉള്ളതായിരിക്കും. ഇവിടെ ING ഫോം ഏതാണ്? ഈ സ്വിച്ചിങ് എന്നുള്ളതാണ് ING ഫോം. അടുത്ത ചോദ്യം, ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ലാഡ്. ലാഡ് എന്ന് പറയുന്ന വാക്കിന്റെ ഫെമിനിൻ ജെൻഡർ അതെന്തായിരിക്കും? ലാസ് ആയിരിക്കും. എന്തായിരിക്കും? ലാസ്. ഇനി അടുത്തത്, ഇഫ് യു വെൻ ദെയർ യു ഡാഷ്. ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ഇവിടെ ഇഫ് ക്ലോസ് വെന്റ്, ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ തുടർന്ന് വരേണ്ട ഭാഗം വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് പ്ലസ് V1. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുക, ഈ കുഡ് സീ ഇറ്റ് എന്നുള്ളത്. അപ്പൊ ഇതാണ് കറക്റ്റ്. ദേ ഹാവൻ സ്പെൻഡ് ദ നൈറ്റ് ദെയർ. ഡിസൈഡ് വിച്ച് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് അണ്ടർലൈൻഡ്. ദെയർ എന്ന് പറയുന്നത് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ പെടും? ഏതായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. ഇതാണ് ആഡ്വർബ്. ഓക്കെ, ആഡ്വർബിൽ പെടും. കാരണം എന്താ? ദേ ഹാവൻ സ്പെൻഡ് ദ നൈറ്റ് ദെയർ. അതായത് ഈ സ്പെൻഡ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. എവിടെ ചെലവഴിച്ചു? അവിടെ. ഓക്കെ, അപ്പൊ അത് ഈ സ്പെൻഡ് എന്ന് പറയുന്ന വെർബിനെ ഡിനോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും. വെർബിനെ വിശേഷിപ്പിക്കുന്നതിന് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, മങ്കീസ് ആർ ഡാഷ് ലേണേഴ്സ് ദാൻ എലിഫന്റ്സ്. ഇവിടെ ഫാസ്റ്റർ ആണോ, വെരി ഫാസ്റ്റ് ആണോ, മോർ ഫാസ്റ്റർ ആണോ, മോർ ഫാസ്റ്റ് ആണോ? നമ്മൾ നോക്കാം, ദാൻ വന്ന സ്ഥിതിക്ക് പിന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി വരാവും. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ മോർ ചേർന്ന് വരുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിനോട് കൂടോ അല്ലെങ്കിൽ ആഡ്വർബിനോട് കൂടോ മോർ ചേർക്കുമ്പോഴാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ ഫാസ്റ്റ് ആണ് അഡ്ജക്റ്റീവ്, അതിന്റെ കൂടെ മോർ ചേർക്കുമ്പോൾ അതെന്തായി മാറും? ഫാസ്റ്റർ എന്നായി മാറും. കാരണം ഒറ്റ സിലബിളേ ഉള്ളൂ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ അത് ഫാസ്റ്ററായി മാറും. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി മോർ ഫാസ്റ്റ് നമ്മൾ ഉപയോഗിക്കും. അത് ഏത് സാഹചര്യത്തിലാണ്? ഒരു വ്യക്തിയുടെ രണ്ട് ക്വാളിറ്റിയെ കുറിച്ച് താരതമ്യം ചെയ്യുന്ന സമയത്ത് മോർ ഉപയോഗിക്കും. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? എ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം, ദ ട്രെയിൻ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 65 കിലോമീറ്റേഴ്സ് ഡാഷ് അവർ. അത് ഒരു മണിക്കൂറിൽ 65 കിലോമീറ്റർ ഓടുന്ന പറയും. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു എന്ന് അർത്ഥം നൽകുന്നതാണ് എയും ആനും. ഇവിടെ നമ്മൾ ഉപയോഗിക്കും ആനാണ് ഉപയോഗിക്കുക. ആൻ അവർ. കാരണം എച്ച് ഇവിടെ സൈലന്റ് ആണ്, ഓ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ അത് വവൽ ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ആനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ ട്രെയിൻ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 65 കിലോമീറ്റേഴ്സ് ആൻ അവർ. ഇനി അടുത്ത ചോദ്യം എന്താണ് നോക്കുക,
You should decide which one of the three choices A, B or C best dash the question. ഇവിടെ നോക്കുമ്പോൾ വൺ ഓഫ് ദ വന്നിട്ടുണ്ട്, വൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ വരികയാണെങ്കിൽ പിന്നീട് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഒന്നും വന്നിട്ടില്ല എങ്കിൽ ഇവിടെ വരേണ്ട വെർബ് എങ്ങനെയുള്ളതായിരിക്കണം? സിംഗുലർ ഫോം ആയിരിക്കണം വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഈ ആൻസേഴ്സ് എന്നാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നോക്ക്, എവരിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്. അപ്പം നോക്ക്, നമ്മൾ ഹാസ്, അതാണ് സഹായക്രിയ, അത് നമ്മൾ എടുത്തിരുന്നു ഹാസ്. ഇനി ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നോട്ടിന്റെ ചെറിയ ഇൻഡ് ചേർക്കുന്നു. അപ്പൊ ഹാസ് ഇൻഡ്. ഇനി നോക്ക്, എവരിബഡി. ഇനി നമ്മൾ ഈ പറയുന്ന എവരിബഡിയുടെ പ്രൊനൗൺ ആണ് എഴുതേണ്ടത്. എവരിബഡിയുടെ പ്രൊനൗൺ എന്താണ്? ദേ ആണ്. ഈ ദേയുടെ പ്രത്യേകത എന്താ? ദേ പ്ലൂറൽ ആണ്. എവരിബഡി സിംഗിളർ ആണ്, അതുകൊണ്ട് അവിടെ ഹാസ് എഴുതിയിരിക്കുന്നു. എന്നാൽ അതിനെ നമ്മൾ പ്രൊനൗൺ ആക്കി മാറ്റുമ്പോൾ ദേ ആയി മാറുന്നു. ദേ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഹാസ് ചേർത്തില്ല, പിന്നെ എന്തേ ചേർത്തുള്ളൂ? ഹാവേ ചേർത്തുള്ളൂ. ഹാവിൻ്റെ ദേ ആണ് ആൻസർ. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്, ഹാവിൻ ദേ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ജോയ് തോമസ് ഡാഷ് ദ മാരത്തോൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 2009. ഇപ്പൊ 2009 കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. 2009 എന്ന് പറയുമ്പോൾ ഇപ്പോഴെ വെച്ച് നോക്കുമ്പോൾ എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് പാസ്റ്റ് ടെൻസിൽ വന്നിരിക്കുന്നതാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കുമ്പോൾ ഈസ് റണ്ണിംഗ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, റൺസ് സിമ്പിൾ പ്രസന്റ്, ഹാസ് റൺ പ്രസന്റ് പെർഫെക്റ്റ്. ഇതിനകത്ത് പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? റാൻ ആണ്. അപ്പൊ റാൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഷീ വുഡന്റ് ഹാവ് യോൺ ദ ഹോൾ ഡേ ഇഫ് ഷീ ഡാഷ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. അപ്പൊ ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കാം, വുഡന്റ് ഹാവ് എന്നാണ് വന്നിരിക്കുന്നത്. വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 എന്നൊക്കെ വരണമെങ്കിൽ ഇവിടുത്തെ ഇഫ് ക്ലോസ് എങ്ങനെയുള്ളതായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നിരിക്കുന്ന ഏതാണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് ഹാഡിന്റ് സ്റ്റേഡ് അപ്പ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വി ഓഫൺ ഗോ ഫിഷിംഗ് ഡാഷ് ദ റിവർ ബാങ്ക്. ഞങ്ങൾ റിവർ ബാങ്കിൽ ഫിഷ് ഇങ്ങനെ പോകാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ എലോങ് ആണ്, ടുവേഴ്സ് ആണോ, ഇൻസൈഡ് ആണോ, എറൗണ്ട് ആണോ? എറൗണ്ട് എന്ന് വെച്ചാൽ എന്ത്? ചുറ്റിനും നടത്തും. ഇൻസൈഡ് ഉള്ളിൽ, ടുവേഴ്സ് അരികിലേക്ക്. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? എലോങ് ആണ് വരേണ്ടത്, എലോങ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഷി ഹാസ് 3 ചിൽഡ്രൻ ഡാഷ് ഹർ ഫസ്റ്റ് ഹസ്ബൻഡ്. അതായത് അവളുടെ ആദ്യത്തെ ഭർത്താവിൽ അവൾക്ക് 3 കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് സാഹചര്യം വരുമ്പോൾ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? ബൈ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതാണ് ബൈ. ബൈ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പ്രിയ സെഡ് ടു ഹിം വൈ ആർ യു വർക്കിംഗ് സോ ഹാർഡ്? ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ദ ഡയറക്റ്റ് സ്പീച്ച് ഗിവൺ ബിലോ. അപ്പൊ അതായത് ഇവിടെ തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ പറയുന്ന ഡയറക്റ്റ് സ്പീച്ചിലാണ്. കാരണം ഈ ഡയറക്റ്റ് സ്പീച്ച് ഏത് തരം സെന്റൻസ് ആണ് നമ്മൾ അറിയണം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇത് ചോദ്യ വാക്യമാണ്. അങ്ങനെ ചോദ്യമാകുമ്പോൾ ഈ സെഡ് മാറി, അല്ലെങ്കിൽ ഈ സെഡ് ടുവിനെ മാറ്റി നമ്മൾ എന്താക്കണം? ആസ്ക്ഡ് എന്നാക്കണം. അപ്പൊ പ്രിയ ആസ്ക്ഡ് ഹിം എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആണോ ആ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എടുത്ത് എഴുതുക. അപ്പൊ പ്രിയ ആസ്ക്ഡ് ഹിം വൈ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവയെ, എത്രയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? സബ്ജക്ട് പ്ലസ് ഓക്സിലറി വേർബ്സ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ്. ഈ രീതിയിലേക്ക് മാറ്റണം. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. യു എന്തായി മാറണം? നോക്ക്, ഇവിടെ ഹിം അവനോടാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ യു എന്തായി മാറണം? ഹി ആയി മാറണം. ഹി. ഇനി നമ്മൾ ആർ വർക്കിംഗ് എന്നുള്ളതാണ്. ആർ വർക്കിംഗ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതെന്തായി മാറണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറണം. അതായത് വാസ് വർക്കിംഗ് നൗ. ഹി വാസ് വർക്കിംഗ്. പിന്നെ ബാലൻസ് സോ ഹാർഡ്. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? പ്രിയ ആസ്ക്ഡ് ഹിം വൈ ഹി വാസ് വർക്കിംഗ് സോ ഹാർഡ്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏതാ? പ്രിയ ആസ്ക്ഡ് ഹിം വൈ ഹി വാസ് വർക്കിംഗ് സോ ഹാർഡ്. പ്രിയ സെഡ് ടു ഹിം എന്നുള്ളത് പ്രിയ ആസ്ക്ഡ് ഹിം എന്നായി മാറുന്നു. പിന്നെ ഈ വൈ അതുപോലെ എടുത്തിരുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ യു ഹി ആയി, ഈ ആർ വർക്കിംഗ് എന്നുള്ളത് വാസ് വർക്കിംഗ് ആയി, പിന്നെ ബാലൻസ് സോ ഹാർഡ്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക, അത് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, എ ഡാഷ് ഓഫ് ഗീസ് വാസ് ഹെഡ് എ മൈൽ അവേ.
അപ്പോൾ ഗീസ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഗൂസ് എന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ ഗീസ് എന്ന് വെച്ചാൽ എന്താ, ശബ്ദം എന്നർത്ഥം. അങ്ങനെ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കളക്റ്റീവ് നൗൺ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയുള്ള കളക്റ്റീവ് നൗൺ ഇല്ല. അപ്പോൾ നമുക്ക് ഡി നമുക്ക് എഴുതാം. എന്താണ്, നൺ ഓഫ് ദ എബവ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്താണ് നോക്കുക. ഡാഷ് മണി ഈസ് ഇൻവെസ്റ്റഡ് ബൈ എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റേഴ്സ് ഹു നോ അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പോൾ എന്തായിരിക്കും, സ്മാർട്ട് മണിയാണ്. അതാണ് സ്മാർട്ട് മണി. അടുത്ത ചോദ്യം, ദി സിനോണിം ഓഫ് എംബസിൽ. എംബസിൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്തായിരിക്കും, മിസ് അപ്രോപ്രിയേറ്റ് എന്നാണ്. അതാണ് മിസ് അപ്രോപ്രിയേറ്റ്. അടുത്ത ചോദ്യം, ദി ആന്റോണിം ഓഫ് ക്യൂസന്റ്. ക്യൂസന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം എന്തായിരിക്കും, ആക്റ്റീവ് ആണ്. അതാണ് ആക്റ്റീവ്. ക്യൂസന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ്, ആക്റ്റീവ് അല്ലാത്തത്. അപ്പൊ അതിന്റെ വിപരീതം ആക്റ്റീവ്. ഇനി അടുത്ത ചോദ്യം എന്താണ് നോക്കുക. മൈ പേരൻസ് ടോൾഡ് മീ ദാറ്റ് ഐ വുഡ് ഹാവ് ടു ഡാഷ് ദം വെൻ ദേ ബിക്കം ഓൾഡ്. അതായത് മാതാപിതാക്കൾ ഓൾഡ് ആകുമ്പോൾ അവരെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടതായിട്ട് വരും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷിക്കുക, പരിപാലിക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഫ്രേസൽ വെർബാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെയുള്ള ഫ്രേസൽ വെർബ് ഏതാ നോക്കുക, ലുക്ക് ആഫ്റ്റർ ആണ്. ഇതാണ് ലുക്ക് ആഫ്റ്റർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് എ വേർഡ് സ്യൂട്ടബിൾ ഫോർ ദ എക്സ്പ്രഷൻ. എന്താണ്, ദ സ്റ്റൈൽ ഇൻ വിച്ച് എ റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളജ്. ഈ പറയുന്ന ഇതിന്റെ വൺ വേർഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേതായിരിക്കും കറക്റ്റ് ആൻസർ, പെഡാന്റിക് ആയിരിക്കും. എന്തായിരിക്കും, പെഡാന്റിക്. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം എമോങ് ദ ഫോളോയിങ്. ഇഗ്നോമിനസ് എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. IGNOMINIOUS. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം ടു പിക്ക് ഹോൾസ്. ടു പിക്ക് ഹോൾസ് എന്ന് പറയുന്ന ഈ ഇഡിയത്തിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ടു ക്രിട്ടിസൈസ് സമ്മൺ ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടു പിക്ക് ഹോൾസ് കൊണ്ട് ഉദ്ദേശിക്കും. അതാണ് ടു ക്രിട്ടിസൈസ് സമ്മൺ. അടുത്ത ചോദ്യം, മെനി മെഡിക്കേഷൻസ് ഹാവ് അതർ ഡാഷ് ബിസൈഡ്സ് ദ ഇന്റൻഡഡ് വൺ. അത് മിക്കവാറും ഉള്ള മെഡിക്കേഷൻസിനൊക്കെ എന്തുണ്ടാവുന്ന അതിന്റെ റിസൾട്ട് ഉണ്ടാവുമെന്നാ പറയും. അപ്പൊ റിസൾട്ട് എന്ന അർത്ഥം വരുന്ന വാക്കാണ് വരേണ്ടത്. അതേതാണ്, എഫക്ട്സ് ആണ്. എന്താണ്, എഫക്ട്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, thousands of people have taken part in a dash democracy demonstration. Democracy demonstration. Choose the correct prefix from the following. അതായത് ഡെമോക്രസിക്ക് പറ്റിയ ഒരു പ്രിഫിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും, പ്രോ ആയിരിക്കും. പ്രോ ഡെമോക്രസി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ വന്നിരിക്കുന്ന വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദ വേർഡ് ഗ്രീവ്. ഗ്രീവ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീവ് എന്ന് വെച്ചാൽ എന്താണ്, ദുഃഖിക്കുക അല്ലെങ്കിൽ വിഷമിക്കുക എന്നാണ് ഗ്രീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സന്തോഷിക്കുക എന്നുള്ളതാണ് വരേണ്ടത്. അപ്പൊ ഏതായിരിക്കും, റീജോയ്സ് ആണ്. ഇതാണ് റീജോയ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിമിലർ ഇൻ മീനിങ് ഓഫ് ദ വേർഡ് ബെസ്റ്റൗഡ്. ബെസ്റ്റൗഡ് എന്ന് പറയുന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്ന വാക്ക്. ദ ബെസ്റ്റൗഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ദാനം നൽകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഏതായിരിക്കും, കൺഫേർഡ് ആയിരിക്കും. ഇതാണ് കൺഫേർഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് നോക്കുക, എ ട്രീ ആൾവേസ് ഹാസ്. ഒരു വൃക്ഷത്തിന് എല്ലായ്പ്പോഴും എന്തുണ്ടാകും നോക്കുക, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ലീവ്സ്. ഇത് മരങ്ങളിൽ മാത്രമല്ല ചെടികളിലും കാണുന്നതാണ്, പൂക്കളും ഫ്രൂട്ട്സും ലീവ്സും ഒക്കെ. എന്നാൽ മരവും ചെടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഉയരത്തിന്റെ വ്യത്യാസമാണ്. ചെടികൾക്ക് എന്തില്ല, ഉയരം വളരെ കുറവായിരിക്കും. എന്നാൽ മരത്തിന് എന്തുണ്ടാകും, ഉയരം ഉണ്ടാകും. അപ്പൊ ഹൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ വേർഡ് വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് വേർഡ്സ് യൂസ്ഡ് ഇൻ ഏൻഷ്യന്റ് ടൈംസ് ബട്ട് നോ ലോങ്ങർ ഇൻ ജനറൽ യൂസ് നൗ. ഇപ്പോൾ നമ്മൾ അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാത്ത വാക്കുകൾ, പഴയ കാലത്ത് അത് ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ള വാക്കുകളെ നമുക്ക് എന്ത് വിളിക്കാം, ആർക്കേക്ക് എന്ന് വിളിക്കാം. ഇതാണ് ആർക്കേക്ക് എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ വേർഡ് വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. നോക്കുക, ദ കസ്റ്റം ഓഫ് ഹാവിംഗ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം.
ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ് ഉള്ള ആ കസ്റ്റമിനെ ഈ നമുക്കെന്ത് വിളിക്കാം പോളിയാൻട്രി എന്ന് പറയാം. അതാണ് പോളിയാൻട്രി. ഇതാണ് കറക്റ്റ് ആൻസർ. പോളിഗമി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അത് അനേകം ഹസ്ബൻഡ് ആണെങ്കിൽ ഇവിടെ അനേകം ഭാര്യമാർ. ബൈഗാമി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിലവിൽ ഒരു ഭാര്യയുള്ള അപ്പോൾ അത് ഡിവോഴ്സ് ആവാതെ വേറെ ഇല്ലീഗലായിട്ട് നമ്മൾ വിവാഹം ചെയ്യുന്നതിന് നമ്മൾ ബൈഗമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 ഭാര്യമാർ ഉള്ള അവസ്ഥ, അതാണ് ബൈഗമി. ഡിബോച്ചറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മദ്യം, മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള അമിതമായിട്ടുള്ള ഉപയോഗം, അതാണ് ഡിബോച്ചറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നോ സൂണർ ഹി ഹാഡ് റിട്ടേൺ ഹോം ദെൻ ഹിസ് മദർ ഫെൽറ്റ് ഹാപ്പി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ നോ സൂണർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പിന്നീട് വരേണ്ട ഭാഗം ടെൻസിലായിരിക്കണം വരേണ്ടത്. സിമ്പിൾ പാസ്റ്റിലോ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോ വരാം. അങ്ങനെയൊക്കെ വരാം. സിമ്പിൾ പാസ്റ്റിലോ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോ നമുക്ക് ഉപയോഗിക്കാം. ഏതാ? ഈ നോ സൂണറിന് ശേഷം വരേണ്ട ഭാഗം. ഇനി ആ ഭാഗം എങ്ങനെ ആയിരിക്കണം? ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിൽ ആയിരിക്കണം. അതായത് നോ സൂണറിന് ശേഷം പിന്നെ വരേണ്ടത് സഹായക്രിയയാണ്. നമുക്കൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നോക്കുക, നോ സൂണറിന് ശേഷം സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്, ഹീ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല, സഹായക്രിയ വരണം. ഇവിടുത്തെ സഹായക്രിയ ആണ് ഹാഡ് ആണ്. അപ്പൊ ഹാഡ് ഹി റിട്ടേൺഡ് ഹോം എന്ന് വരണം. എന്നിട്ട് അതിനുശേഷം ഈ ദൻ അല്ല വരേണ്ടത്, ദാൻ ആണ് വരേണ്ടത്. നോ സൂണർ ദാൻ എന്നാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഹാഡ് ഹി റിട്ടേൺ എന്നുള്ള ഭാഗം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഹാഡ് ഹി റിട്ടേൺ ഹോം എന്നുണ്ട്. പക്ഷെ പിന്നെ വന്നിരിക്കുന്നത് വെൻ ആണ്. അപ്പൊ അത് നമുക്ക് പറ്റത്തില്ല. പിന്നെ ഹാഡ് ഹി റിട്ടേൺ നോക്കുക, ഹാഡ് ഹി റിട്ടേൺ ഹോം, പിന്നെ ഇവിടെ ദെൻ തന്നെ വന്നിരിക്കുന്നു. അപ്പൊ അതും പറ്റത്തില്ല. അപ്പം ഇനി നമ്മൾ അടുത്ത ഓപ്ഷൻ എന്തുവാ? നമ്മൾ ഓൾറെഡി പറഞ്ഞു നോ സൂണർ വെച്ച് എഴുതുമ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലും എഴുതാമെന്ന് പറഞ്ഞു. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അതിൽ കറക്റ്റ് ആയിട്ടൊന്നും നമ്മൾ കണ്ടില്ല. ഇനി നമ്മൾ സിമ്പിൾ പാസ്റ്റ് നോക്കണം. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ സഹായക്രിയ ഏതായിരിക്കും? ഡിഡ് ആയിരിക്കും വരിക. പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിൽ എഴുതുമ്പോൾ അങ്ങനെയാണ് വരേണ്ടത്. നോക്കുമ്പോൾ ഇവിടെ ഡിഡ് ഉണ്ട്, ഡിഡ്. പിന്നെ ഈ ഹി വന്നു, പിന്നെ V1 വരാവും, പിന്നെ ഹോം, പിന്നെ ദാൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിഡ് ഹി റിട്ടേൺ ഹോം ദാൻ എന്നുള്ളതാണ് ശരിയായി നമുക്ക് എഴുതാൻ പറ്റുക. അപ്പം സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, വിൽ യു ലെൻഡ് മീ ഫ്യൂ റുപ്പീസ് ഇൻ ദിസ് അവർ ഓഫ് നീഡ്. അപ്പം എനിക്ക് ഈ അത്യാവശ്യമുള്ള സമയത്ത് എനിക്ക് കുറച്ച് പൈസ കടം തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഫ്യൂ റുപ്പീസ് എന്ന് മാത്രമാണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നെഗറ്റീവാണ്. ഇവിടെ ആക്ച്വലി എന്തായിരുന്നു വരേണ്ടത്? എ ഫ്യൂ എന്നാണ് വരേണ്ടത്. ഓക്കെ, എ ഫ്യൂ. അങ്ങനെ എ ഫ്യൂ എന്ന് വന്നിരിക്കുന്നു നോക്കാം. അങ്ങനെ എ ഫ്യൂ എന്ന് വന്നിരിക്കുന്നു ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. നമുക്ക് ലെൻഡ് മീ എ ഫ്യൂ റുപ്പീസ്. ഇതാണ് കറക്റ്റ് ആയിട്ട് വരിക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, വൺ വേർഡ് ഹാസ് ബീൻ മിസ്പെൽഡ്, ഫൈൻഡ് ദ മിസ്പെൽഡ് വേർഡ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ് തെറ്റിച്ച് സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത്? സൈക്കാർട്ടിസ്റ്റ് എന്നാണ്. സൈക്കാർട്ടിസ്റ്റ് ഇതാണ് തെറ്റിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ സൈക്കാർട്ടിസ്റ്റിന്റെ ശരിയായ സ്പെല്ലിംഗ് എന്താണ്? നമുക്ക് എങ്ങനെ വരും? PSYCHIA. ഈ ഐ ഇപ്പുറത്ത് വരണം, എക്ക് തൊട്ട് മുമ്പ് വരണം. അങ്ങനെ നമുക്ക് കറക്റ്റ് ആവും. സൈക്യാട്രിസ്റ്റ് എന്ന് വരും. PSYCHIATRIST. അടുത്ത ചോദ്യം, ചൂസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദ അണ്ടർലൈൻഡ് ഫ്രം ദ ഓപ്ഷൻസ്. മോർട്ടൽ എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മോർട്ടൽ നശ്വരം, ഇപ്പൊ അനശ്വരം എന്ന് വരണം. അതാണ് ഇമ്മോർട്ടലാണ്. അതാണ് ഇമ്മോർട്ടൽ. അടുത്ത ചോദ്യം, ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ടു ബി ഫിൽഡ്. നോക്കുക, ഇതൊരു പ്രൂവബാണ്. ആ പ്രൂവൽ പറഞ്ഞിരിക്കുന്ന വാക്ക് തന്നെ വരണം. അപ്പൊ നോക്കുമ്പോൾ മാൻ ഡസ് നോട്ട് ലീവ് ബൈ ബ്രെഡ് അലോൺ. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ്. നോക്കുക, ഇഫ് യു വുഡ് ഹാവ് സക്കം ടു ഹിസ് പ്രഷർ വി വുഡ് ഹാവ് ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ യു. ഇഫ് ക്ലോസിലെ ചോദ്യമാണ്. ഇവിടെ നോക്കുമ്പോൾ വി വുഡ് ഹാവ്, അപ്പൊ വുഡ് ഹാവ് പ്ലസ് V3. അങ്ങനെ വുഡ് ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എങ്ങനെയുള്ളതാണ് വരേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ വുഡ് ഹാവ് എന്ന് പറയുന്ന സംഭവമാണ് വന്നിരിക്കുന്നത്. ഇത് V3 ആണ്. ഓക്കെ, സക്കംഡ് എന്ന് പറയുന്നത്.
അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ശരിയായ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇവിടെ യു സബ്ജക്റ്റ് ഉണ്ട്. ഇനി ഇവിടെ വരേണ്ടത് എന്താ? വുഡ് ഹാവ് അല്ല, പകരം ഹാഡ് ആണ് വരേണ്ടത്. ഹാഡ് പ്ലസ് V3. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നു നോക്കുമ്പോൾ നോക്കുക, ഇഫ് യു ഹാഡ് ഇതാണ് വരേണ്ടത്. സെക്കൻഡ് V3 ആയിട്ട് നിപ്പുണ്ട്. അപ്പം ഈ ഇഫ് യു വുഡ് ഹാവ് മാറി ഇഫ് യു ഹാഡ് എന്നായിരുന്നു വേണ്ടിയിരുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ത്രൂ ഹിസ് ആക്ഷൻസ് വെർ സീവിയർ ക്രിട്ടിസൈസ്ഡ് he didn't lose his temper. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഈ സീവിയർ എന്ന് പറയുന്നത് എന്താ? ആഡ്വർബ് ഫോമിലാണ് എഴുതേണ്ടത്. കാരണം ക്രിട്ടിസൈസ് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. അപ്പോൾ വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ ആഡ്വർബാണ് വരേണ്ടത്. പക്ഷെ ഇത് അഡ്ജക്റ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ സീവിയർ മാറി സീവിയർലി എന്ന് വരണം. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഈ വേർ സീവിയർലി ക്രിട്ടിസൈസ്ഡ് ആണ് കറക്റ്റ് ആൻസർ. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്താണ് നോക്കുക. He failed in his attempt to disperse the mob before the miscreants sets the fire on the bus. I sets the fire on the bus എന്ന് പറയുന്ന ഭാഗം ഡിസോർഡർ ആയി കൊടുത്തിരിക്കുകയാണ്. അതിനെ ഓർഡർ ആക്കി എഴുതണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സെറ്റ് ഫയർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ സെറ്റ് ഓൺ ഫയർ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനെയാണോ ഫയർ ചെയ്യുന്നത് അല്ലെങ്കിൽ കത്തിക്കുന്നത് അതായിരിക്കണം ഈ സെറ്റിന്റെയും ഫയറിന്റെ ഇടയ്ക്ക് വരേണ്ടത്. ഒബ്ജക്റ്റ് ഇടയ്ക്ക് വരണം. അതായത് സെറ്റ് ഓൺ ഫയറോ അല്ലെങ്കിൽ സെറ്റ് ഫയർ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഒബ്ജക്റ്റ് ഇടയ്ക്കായിരിക്കണം വരേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നോക്കുക, സെറ്റ് ദ ബസ് ഓൺ ഫയർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. യോഗിക് എക്സസൈസസ് ആൻഡ് മെഡിറ്റേഷൻ സീംസ് ടു ബി ഓഫ് ഹെൽപ്പ്. മോഡേൺ മാൻ ആൻഡ് വുമൺ ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ആങ്സൈറ്റി. അപ്പൊ ഈ പറയുന്ന സീംസ് ടു ബി ഓഫ് ഹെൽപ്പ് എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ എഴുതണം. അപ്പോൾ ഇതൊരു ജനറൽ ഫാക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സിമ്പിൾ പ്രസന്റിലായിരിക്കണം എഴുതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ സീംസ് സിമ്പിൾ പ്രസന്റ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ നോക്ക് ഇവിടുത്തെ സബ്ജക്റ്റും കൂടെ നോക്കണം. ഇവിടെ നോക്കുമ്പോൾ യോഗിക് എക്സസൈസസ് ആൻഡ് മെഡിറ്റേഷൻ എന്നാണ്. അപ്പൊ ഇത് പ്ലൂറൽ ഫോം ആണ്. അങ്ങനെ പ്ലൂറലായിട്ട് വരുമ്പോൾ ഇവിടെയും പ്ലൂറലേ വരാവൂ. അതായത് സീംസ് എന്ന് വരാൻ പാടില്ല, സീം എന്നേ വരാവൂ. അങ്ങനെ സീം ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? V1 ഫോം ആണ് ഇവിടെ വരേണ്ടത്. അത് ഈ ഹെൽപ്പ് എന്ന് പറയുന്ന വെർബിന്റെ V1 ഫോം. അത് ഹെൽപ്പ് എന്ന് മതി. ബി ഓഫ് ഹെൽപ്പ് എന്ന് വേണ്ട, വെറും ഹെൽപ്പ് എന്ന് മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ സീം ടു ഹെൽപ്പ് എന്നാണ്. ഇതാണ് സീം ടു ഹെൽപ്പ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. ദ മാൻ ഫെഡ് ദ ഗേൾ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് പാസീവ് വോയിസ്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഗേൾ ആണ്. ദ ഗേൾ എന്ന് ആദ്യം വരണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാസീവ് വോയിസിന്റെ പൊതുവായിട്ടുള്ള ഫോം എന്താണ്? ബി ഫോംസ് പ്ലസ് V3 എന്നാണ്. അതായത് നമ്മൾ ഒബ്ജക്റ്റ് എഴുതിയതിനു ശേഷം പിന്നെ നമ്മൾ ബി ഫോംസ് ആണ് എഴുതേണ്ടത്. ബിയുടെ രൂപങ്ങൾ. ഇവിടെ ബിയുടെ ഏത് രൂപം നമ്മൾ എഴുതും? നമ്മൾ ഇവിടുത്തെ വെർബ് നോക്കുക, ഫെഡ് ആണ്. ഫെഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് എഴുതുന്നത്. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? വാസും വേറുമാണ്. ഇവിടെ ദ ഗേൾ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് എഴുതും. അപ്പൊ അങ്ങനെ എഴുതും ദ ഗേൾ വാസ്. ഇതിന് V3 ഇത് തന്നെയാണ്, ഫെഡ്. അപ്പം ദ ഗേൾ വാസ് ഫെഡ് എന്ന് വരും. പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ നോക്കുക, ദ ഗേൾ വാസ് ഫെഡ് ബൈ ദ മാൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ജോൺ സെഡ് ഐ ഗോ ഔട്ട് ടു ഓഫൺ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ഇവിടുത്തെ ഡയറക്റ്റ് സ്പീച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതെന്താണ്? ഒരു അസർട്ടീവ് സെന്റൻസ് ആണ്. അങ്ങനെയാകുമ്പോൾ ഈ സെഡ് ഉള്ളത് മാറിയുമ്പോൾ എന്താക്കണം? സെഡ് ദാറ്റ് എന്ന് വരണം. അപ്പൊ അങ്ങനെ ജോൺ സെഡ് ദാറ്റ്. അപ്പൊ ജോൺ പറഞ്ഞതാണ്. അപ്പൊ ജോൺ ഇവിടെ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം? ഹി എന്ന് പറയണം. അപ്പൊ ഹി. പിന്നെ ഗോ എന്തായി മാറണം? പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. കാരണം ഇവിടെ സെഡ് വന്നതുകൊണ്ട് ഗോയെ വെൻഡ് ആക്കണം. അപ്പം വെൻഡ് ഔട്ട് ടു ഓഫൺ. അപ്പം ജോൺ സെഡ് ദാറ്റ് ഹി വെൻഡ് ഔട്ട് ടു ഓഫൺ എന്ന് വരണം. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ നോക്കുക, ജോൺ സെഡ് ദാറ്റ് ഹി വെൻഡ് ഔട്ട് ടു ഓഫൺ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ടൈം ഡാഷ് യുവർ വാച്ച്. ഇവിടെ പ്രപ്പോസിഷൻ ഏതാണ്? ബൈ ആണ് വരേണ്ടത്.
വാട്ട് ഇസ് ദ ടൈം ബൈ യുവർ വാച്ച് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഐ പ്രിഫർ കോഫി ഡാഷ് ടീ. പ്രിഫർ വന്നു കഴിഞ്ഞാൽ പിന്നെ വരേണ്ട പ്രപ്പോസിഷൻ ടു ആണ്. അടുത്ത ചോദ്യം മിസ്റ്റേക്സ് ആർ ഡാഷ് ഫോർ അസ് ടു ചേഞ്ച്. ഇതിനകത്ത് ഏതാണ് വരേണ്ടത്? അതായത് ദ വരില്ല, ദമ്മും വരില്ല. ഇനി ഈ ദയർ ആണോ ഈ ദേഴ്സ് ആണോ? നമ്മൾ ഈ ദേഴ്സിന് ഉപയോഗിക്കത്തില്ല, ദയർ എന്ന് വെച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള മിസ്റ്റേക്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും കാര്യം എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ദയർ ആണ്. അപ്പോൾ മിസ്റ്റേക്സ് ആർ ദയർ ഫോർ അസ് ടു ചേഞ്ച്. അടുത്ത ചോദ്യം യൂസ് ദ കറക്റ്റ് ടെൻസ്. ഇവിടെ തന്നിരിക്കുന്നത് ശരിയായ ടെൻസ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഐ ഡാഷ് ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടൈഡ്. നമുക്ക് ഫോർ അല്ലെങ്കിൽ സിൻസ് അങ്ങനെ വന്നിട്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ള വെർബ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എഴുതുന്നത് എപ്പോഴായിരിക്കും? ഈ പറയുന്ന വെർബ് ING ഫോമിൽ ഉപയോഗിക്കാത്ത വെർബാണെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് എഴുതാം. എന്നാൽ വർക്ക് എന്ന് പറയുന്ന വെർബിനെ നമുക്ക് ING ഫോമിൽ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഏത് ടെൻസിലേ ഉപയോഗിക്കാവൂ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേ ഉപയോഗിക്കാവൂ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കും? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട് ഐന്റെ കൂടെ ചേർന്ന് എന്താണ്? ഹാവ് ആണ് വരിക. പിന്നെ ഹാവ് ബീൻ, പിന്നെ ഈ വർക്കിന്റെ ING വർക്കിംഗ്. അപ്പൊ ഹാവ് ബീൻ വർക്കിംഗ് അതേതാണ്? ഈ പറയുന്ന ഓപ്ഷനാണ്. ദ ബോംബ് ഡാഷ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ്. ബോംബ് പൊട്ടി നടത്തില്ല. അപ്പം പൊട്ടുക, സ്ഫോടനം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഫ്രേസ് എന്താണ്? ഗോ ഓഫ്. ഇതാണ് ഗോ ഓഫ്. ഗോ ഓഫ് എന്ന് വെച്ചാൽ എക്സ്പ്ലോഡ് എന്നാണ്. ഇവിടെ പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിൽ വരണം. ഇപ്പൊ ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ് ആണ്. ഇപ്പൊ വെന്റ് ഓഫ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ചൂസ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് ഓർഡർ. ഒരു ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വേർഡ് ഉള്ളപ്പോൾ പിന്നെ നമ്മൾ സഹായത്തിൽ തുടങ്ങണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങ് കട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വേർഡ് അപ്പൊ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം പിന്നെ എന്താ വരേണ്ടത്? സഹായക്രിയയാണ് വരേണ്ടത്. അങ്ങനെ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സഹായക്രിയ വന്നിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ്? ഈ ഹാവ് കൊണ്ട് കാണ്ടും ഉണ്ട്. ഈ ഹാവ് വന്നു കഴിഞ്ഞ് ഒരു സഹായക്രിയ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സഹായക്രിയയുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും തെറ്റാണ്. പിന്നെ ഇവിടെ വൈക്ക് ശേഷം സഹായക്രിയയല്ല തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. പിന്നെ കറക്റ്റ് ഏതായിരിക്കും? ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും വൈ ക്യാൻ വി ഹാവ് എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ് എന്ന് വരും. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ലെറ്റസിൽ തുടങ്ങുമ്പോൾ ഷാൾ വി ആണ് ക്വസ്റ്റ്യൻ ടാഗ്. എന്നാൽ ഇതിന് ശേഷം ഒരു പ്ലീസ് എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിൽ യു ഉപയോഗിക്കാമായിരുന്നു. അടുത്ത ചോദ്യം ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ഡാഷ്. ദ ഡീപ്പർ എന്ന് പറയുമ്പോൾ ദ മോർ എന്ന് പറയുന്ന കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇവിടെയും അങ്ങനെ വരണം. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? ഇവിടെ ദ ഗ്രേറ്റാ, ഇതിനകത്ത് മോർ ഇല്ല. ഇവിടെ മച്ചാണ് വന്നിരിക്കുന്നത്, അത് പറ്റത്തില്ല. ഇവിടെ സൂപ്പർലേറ്റീവ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഗ്രേറ്റിന്റെ കൂടെ മോർ വന്നാണ് ഗ്രേറ്റർ ആയത്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അക്കോമഡേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അക്കോമഡേറ്റിന്റെ പ്രത്യേകത എന്താ? 2 C വേണം, 2 M വേണം. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം വി ലീവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ. വി ലീവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ്. ഇത്രയും വരെ ഉള്ളായിരുന്നു എങ്കിൽ നമുക്ക് എ ഉപയോഗിക്കാമായിരുന്നു. കാരണം എന്താ? ഈ ബിഗ് ഹൗസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ എന്താ പ്രത്യേകത? ഈ ബിഗ് ഹൗസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത്? ആ ബിഗ് ഹൗസിന് എന്തുണ്ട്? വൈറ്റ് ഡോർ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ബിഗ് ഹൗസ് ഇവിടെ സ്പെസിഫൈ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഹൗസ് ആണ്. അപ്പൊ അവിടെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് വരുന്നത്. അപ്പം ദായാണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം ഇഫ് യു ത്രോ ദ നൈഫ് ഡാഷ്. അപ്പൊ ഇതെന്താണ്? ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കാം ഇഫ് ക്ലോസ് ഏത് ടെൻസിലാണ് വന്നിരിക്കുന്നത്? സിമ്പിൾ പ്രസന്റിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സിമ്പിൾ പ്രസന്റിൽ വരുമ്പോൾ അവിടെ എന്താണ് വരേണ്ട? മെയിൻ ക്ലോസ് എങ്ങനെയുള്ളതായിരിക്കണം? വിൽ ഓർ ഷാൾ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1 എന്ന രീതിയിലേക്ക് വരണം. ഇവിടെ നോക്കാം ഇവിടെ വിൽ വന്നിരിക്കുന്ന ഏതാ? ഇതാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഐ വിൽ ഗെറ്റ് ഡൗൺ.
ഓക്കെ. അടുത്ത ചോദ്യം, സിനണിം ഓഫ് കൈൻഡ് ഹാർട്ടഡ്. കൈൻഡ് ഹാർട്ടഡ് എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന വാക്ക് ഏതായിരിക്കും? ബെനവലന്റ് ആയിരിക്കും. എന്താണ് ബെനവലന്റ്? ഇതാണ് കറക്റ്റ് ആൻസർ. ബൈഗാമി നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞു തന്നു. ബൈലിംഗിൽ നമുക്കറിയാം 2 ഭാഷയുമായി ബന്ധപ്പെട്ട ബൈഫിർക്കേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിഭജിക്കുക എന്നർത്ഥം. ഡിവൈഡ് അല്ലെങ്കിൽ വിഭജിക്കുക എന്നാണ് ബൈഫിർക്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആൻസർ ബെനവലന്റ് ആണ്. അടുത്ത ചോദ്യം, ഡച്ച് കറേജ് മീൻസ്. ഡച്ച് കറേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കറേജ്. അപ്പം കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ. അടുത്ത ചോദ്യം, ദ പോലീസ് ആസ്ക്ഡ് ഡാഷ്. അപ്പൊ ഇത് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് ഇനി നമ്മൾ എഴുതുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എഴുതാവും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ വേർ ഹിസ് ഹോം വാസ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് രൂപം. കാരണം എന്താ? ഹിസ് ഹോം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പിന്നെ വെർബ്. സബ്ജക്റ്റ് വെർബ് പ്ലസ് ബാലൻസ് എന്ന രീതി വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനേ ഉള്ളൂ. വേർ ഹിസ് ഹോം വാസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആന്റണിം ഓഫ് കമ്പൾസറി. കമ്പൾസറി എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കമ്പൾസറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിർബന്ധിതമായിട്ടുള്ളത്. അപ്പോൾ സ്വയമേ ഉള്ളത് എന്താ? വോളണ്ടറി. ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് ഈ പറയുന്ന ഈ 2 ചോദ്യം ഈ ചോദ്യത്തിൽ പ്രശ്നമുണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാണ്? PSC അവോയ്ഡ് ചെയ്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് പരിഗണിക്കേണ്ട. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ദ പാസീവ് ഫോം ഓഫ് ദിസ് സെന്റൻസസ്. അപ്പം ഈ പറയുന്ന സെന്റൻസ് ഇതിന്റെ പാസീവ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാസീവ് ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന. ഇവിടുത്തെ ഒബ്ജക്റ്റിന്റെ ഈ സെന്റൻസിലെ ഒബ്ജക്റ്റ് എന്താണ്? ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഈ സെന്റൻസിലെ ഒബ്ജക്റ്റ്. അപ്പൊ അതിൽ തുടങ്ങണം. അപ്പൊ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ഇനി നമ്മൾ വെർബ് ഫോം എങ്ങനെ ആയിരിക്കണം? ഒരു പാസീവ് വോയിസിന്റെ ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കണം. ബിയുടെ രൂപങ്ങൾ അതിനുശേഷം V3. ഇവിടെ ഏത് ബി ഫോംസ് വരും നോക്കുമ്പോൾ ഇവിടുത്തെ സെന്റൻസ് നോക്കുക, വാസ് ആണ്. വാസ് വന്നു കഴിയുമ്പോൾ അതെന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് വാസോ വേറോ ഇങ്ങനെ ആക്റ്റീവ് വോയിസിൽ വരികയാണെങ്കിൽ അത് തന്നെ നമ്മൾ എടുത്ത് എഴുതണം. ഇവിടെ അതെന്തിനെ ആശ്രയിച്ചാണ് എഴുതേണ്ടത്? ഈ പറയുന്ന ഒബ്ജക്റ്റിനെ ആശ്രയിച്ച. ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്ക് വാസ് എഴുതാം. അപ്പൊ അങ്ങനെ വരും ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ING ഫോമിലാണ് വന്നിരിക്കുന്നത്, എഡിറ്റിംഗ്. അങ്ങനെ ആകുമ്പോൾ ആ വാസ് എഴുതിയതിനു ശേഷം നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. എന്തിനു മുമ്പ്? ഈ V3 എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ING ഫോമിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബീയിങ് എന്ന് എഴുതണം. ബീയിങ്. അങ്ങനെ എഴുതിയതിനു ശേഷം വേണം ഈ V3 ഫോം എഴുതാൻ. എഡിറ്റിന്റെ V3 ഫോം എന്താണ്? എഡിറ്റഡ്. അപ്പൊ അങ്ങനെ വരും ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് എന്ന് വരും. പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്, ബൈ ദ എഡിറ്റർ. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ നോക്കുമ്പോൾ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മൈ ഡോട്ടർ വാസ് റീജോയിസ്ഡ് ഡാഷ് ഹിയറിംഗ് ദ റിസൾട്ട്. അപ്പൊ റീജോയിസ്ഡ് എന്ന് പറയുന്ന അതിനനുസരിച്ചുള്ള പ്രിപ്പോസിഷൻ ആണ് ഇവിടെ വരേണ്ടത്. റീജോയിസിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റ് ആണ്. റീജോയിസ് അറ്റ് എന്നാണ് നമ്മൾ പറയുക. ഇനി അടുത്ത ചോദ്യം, റോബർട്ട് വാസ് ഇൻഅറ്റന്റീവ് ഡാഷ് ഹി ഹാഡ് എ കാർ ആക്സിഡന്റ്. റോബർട്ട് ശ്രദ്ധയില്ലാതാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചു? കാർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടെന്നാണ് പറയേണ്ടത്. അപ്പൊ സോയാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ വരും റോബർട്ട് വാസ് ഇൻഅറ്റന്റീവ് സോ ഹി ഹാഡ് എ കാർ ആക്സിഡന്റ്. അടുത്ത ചോദ്യം, ദ വൈറ്റ് കാർ ഈസ് ഡാഷ് മോർ എക്സ്പെൻസീവ് ദാൻ ദ ഗ്രീൻ. അതായത് പച്ച നിറത്തിലുള്ള കാറിനേക്കാൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് വൈറ്റ് കാർ. ഇവിടെ വെരി വരുമോ പ്രറ്റി വരുമോ ഫെയർലി വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വെരിയും പ്രറ്റിയും ഫെയർലിയൊക്കെ പോസിറ്റീവായിട്ടുള്ള വരുമ്പോഴാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ മോർ എക്സ്പെൻസീവ് എന്ന് വരുമ്പോൾ അതെന്താ? കമ്പാരിറ്റീവ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്ലൈറ്റ്ലി ആയിരിക്കും. എന്താണ്? സ്ലൈറ്റ്ലി. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, പീറ്റർ ഡാഷ് ഹിസ് ഹോം വർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. ഇപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് കാണുമ്പോഴേ അറിയാം അറൈവ്ഡ്. അറൈവ്ഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇതിൽ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇത് നോക്കുമ്പോൾ വാസ് കംപ്ലീറ്റ്, വാസ് കംപ്ലീറ്റിംഗ്, ഹാഡ് കംപ്ലീറ്റ്, ഇത്രയും പാസ്റ്റ് ടെൻസിലുള്ളതാണ്. നമുക്ക് ഹാസ് കംപ്ലീറ്റിനെ മാറ്റാം. ഇനി നമ്മുടെ ഈ സെന്റൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തിൽ നടന്ന 2 ക്രിയകളാണ്.
അവിടെ എന്തുണ്ട്? കാലതാമസമുണ്ട്. അതായത് ടീച്ചർ വരുന്നതിന് മുമ്പ് തന്നെ പീറ്റർ ഹോംവർക്ക് ചെയ്തെന്ന. അപ്പൊ ടീച്ചർ വന്നത് രണ്ടാം നടന്ന ക്രിയയാണ്. അതിന് മുമ്പേ നടന്നതാണ് പീറ്റർ ഹോംവർക്ക് ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കാലതാമസമുണ്ടെങ്കിൽ ആദ്യം നടന്ന ക്രിയ നമ്മൾ ഏത് ടെൻസിൽ എഴുതണം? പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം. അതായത് ഹാഡ് പ്ലസ് V3 എന്ന് എഴുതണം. ഓക്കെ, ഇത് രണ്ടാമത് നടന്നതാണ് ടീച്ചർ വന്നു എന്നുള്ളത്. ആദ്യം നടന്നതാണ് നമുക്ക് എഴുതേണ്ടത്. അത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും. അതായത് ഹാഡ് പ്ലസ് V3 എന്ന് എഴുതണം. അങ്ങനെ ഹാഡ് പ്ലസ് V3 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്. ഏതാണ്? ഹാഡ് കംപ്ലീറ്റഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഡാഷ് ഓഫ് മങ്കീസ് എൻറ്റേർഡ് ഫ്രം ഫോറസ്റ്റ് ആൻഡ് ഡെസ്ട്രോയിഡ് ദ ക്രോപ്സ്. ഇത് കളക്റ്റീവ് നോണുമായി ബന്ധപ്പെട്ട സംഭവമാണ്. മങ്കീസ് എന്നുള്ളതിന്റെ കളക്റ്റീവ് നോൺ അതായതായിരിക്കും ട്രൈബ് ആയിരിക്കും. ആണ് ട്രൈബ്. അടുത്ത ചോദ്യം, ഡാഷ് ദ വെദർ ഫോർകാസ്റ്റ് ദ സിറ്റി വാസ് ഹിറ്റ് ബൈ ഹ്യൂജ് ആൻഡ് സ്റ്റോം. ഇത് നോക്കുമ്പോൾ ഇതെന്താ? ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സംഭവങ്ങളാണ് ഹവറും ഡെസ്പൈറ്റ്. ഹവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? ഒരു ക്ലോസ് ആയിരിക്കണം. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ദ വെദർ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫ്രേസ് ആണ്. ഓക്കെ, അങ്ങനെ ഫ്രേസ് ആകുമ്പോൾ ഫ്രേസിന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടതാണ് ഡെസ്പൈറ്റ്. ഓക്കെ, ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ വേർഡ് മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. മാനിഫെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രദർശിപ്പിക്കുക, കാണിക്കുക എന്നൊക്കെ അർത്ഥമില്ല. അപ്പൊ അങ്ങനെ എന്തായിരിക്കും? ഡിസ്പ്ലേ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ആന്റോണിം ഓഫ് അഡാപ്റ്റ്. അഡാപ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം. അഡാപ്റ്റ് എന്ന് പറയുന്നത് എന്താ? പൊരുത്തപ്പെടുന്നതാണ് നമ്മൾ അഡാപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പൊരുത്തപ്പെടാത്തത് അതായിരിക്കും മിസ്ഫിറ്റ് ആയിരിക്കും. ഇതാണ് മിസ്ഫിറ്റ്. അടുത്തത്, ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഗ്രേസ്. ഗ്രേസ് എന്ന് പറയുന്ന വാക്കിന് ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടി ഈ ഗ്രേസ് എന്ന് പറയുന്ന വാക്കിന് തൊട്ട് മുമ്പ് ഉള്ള ഒരു പ്രിഫിക്സ് ആഡ് ചെയ്തുകൊണ്ട് നമ്മളിതിനെ ഓപ്പോസിറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഗ്രേസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡിസ്ഗ്രേസ് ആണ്. അപ്പൊ ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് നമുക്ക് ചേർക്കാൻ പറ്റുക. ഡിസ്ഗ്രേസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻ ഇഡിയം. ഇവിടെ കൊടുത്തിരിക്കുന്ന ആറ്റ് 6s and 7s എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആറ്റ് 6s and 7s? കൺഫ്യൂഷൻ എന്നാണ്. അതാണ് കൺഫ്യൂഷൻ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ വേർഡ് വിച്ച് മീൻസ് നാച്ചുറൽ എബിലിറ്റി. സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ കഴിവിനെ സൂചിപ്പിക്കുന്ന വാക്ക് ഏതാണ്? ഏതായിരിക്കും? ഫ്ലെയർ ആണ്. അതാണ് ഫ്ലെയർ. ഇത് ഫെയർ എന്ന് വെച്ചാൽ എന്താ? സുന്ദരമായത്. ഈ ഫെയർ കൂലി, ഈ ഫ്ലെയർ ജ്വാല. ഓക്കെ, ഈ ഫ്ലെയർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ് ഈസ് കാൾഡ്. പക്ഷികളെ സൂക്ഷിക്കുന്ന സ്ഥലം അതായിരിക്കും ഏവിയറി ആയിരിക്കും. ഇതാണ് ഏവിയറി. അപ്പൊ ഈ സൂ എന്തായിരിക്കും? മൃഗങ്ങളെ സൂക്ഷിക്കുന്നത്. ഓർക്കാഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴവർഗ്ഗങ്ങളൊക്കെ നൽകുന്ന വൃക്ഷങ്ങൾ നിൽക്കുന്ന അതിനെ നമ്മൾ ഓർക്കാഡ് എന്ന് പറയുന്നത്. വേറെ നമുക്കറിയാം മത്സ്യങ്ങളെ. ഓക്കെ, ഇനി അടുത്ത് നോക്കുമ്പോൾ ദ പ്ലൂറൽ ഓഫ് കാഫ്. കാഫ് എന്ന് പറയുന്ന വാക്കിന് പ്ലൂറൽ അതായിരിക്കും കാവ്സ് ആയിരിക്കും. ഇതാണ് കാവ്സ്. അടുത്ത, ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ്. ഡിക്ഷണറി എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് അതാണ് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, റീപ്ലേസ് ദ വേർഡ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ് വിത്ത് ദ റൈറ്റ് ഫ്രേസ് ഗിവൺ ബിലോ. ഐ കനോട്ട് റീകളക്ട്. റീകളക്ട് എന്ന് പറയുന്ന വാക്കിന് ഒരു ഫ്രേസൽ വെർബ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായിരിക്കും കാളപ്പാണ്. അതാണ് കോളപ്പ്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ സിംഗുലർ ഫോം ഫ്രം ദ ഗിവൺ വേർഡ്സ്. ഇവിടെ തന്നിരിക്കുന്ന സിംഗുലർ ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഷസും ബാച്ചസും മൈസും പ്ലൂറൽ ഫോമാണ്. ക്ലാസ് ആണ് സിംഗുലർ. അടുത്ത ചോദ്യം, ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇതെന്ന് പറയുന്നത് ഏത് സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്? അതായിരിക്കും ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. കാരണം എന്താ? ഇതൊരു വെർബിൽ തുടങ്ങിയതുകൊണ്ട്. വെർബിൽ തുടങ്ങിയോ പ്ലീസ് അല്ലെങ്കിൽ കൈൻഡ്ലി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയോ അല്ലെങ്കിൽ ഡോണ്ടിൽ തുടങ്ങിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇംപറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഇനി അടുത്ത ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് ദ സെക്രട്ടറി ഗാർലാൻഡ് ദ ചീഫ് ഗസ്റ്റ്. ഇതിന് പാസീവ് വോയിസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയാം പാസീവ് ഫോമിന് ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ദ ചീഫ് ഗസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം ദ ചീഫ് ഗസ്റ്റ് എന്ന് എഴുതുന്നു. ഇവിടെ എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ വെർബ് നോക്കുക. ഇവിടുത്തെ വെർബ് ഗാർലാൻഡ് എന്നാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. പാസീവ് വോയിസിലെ ഒരു വെർബിന്റെ ഫോം എപ്പോഴും ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ബിയുടെ സിമ്പിൾ പാസ്റ്റ് എഴുതണം. ഏതാണ്? വാസ് അല്ലെങ്കിൽ വേർ. ഇവിടെ ദ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വാസ് എഴുതാം. ദ ചീഫ് ഗസ്റ്റ് വാസ്. ഇനി V3 ഗാർലാൻഡ് തന്നെയാണ്. അപ്പം ദ ചീഫ് ഗസ്റ്റ് വാസ് ഗാർലാൻഡഡ് ബൈ ദ സെക്രട്ടറി. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്.
ആദ്യത്തെ ഓപ്ഷൻ. ദ ചീഫ് ഗസ്റ്റ് വാസ് ഗാർലാൻഡഡ് ബൈ ദ സെക്രട്ടറി. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ബെഗർ സെഡ് ടു രാമു ഗീവ് സം വാട്ടർ. റിപ്പോർട്ട് ചെയ്യാനാണ്. നോക്കുമ്പോൾ ഗീവ് സം വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഒപ്പം ബെഗർ ആണ് ചോദിക്കുന്നത്. അപ്പം റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ബെഗ് ചെയ്യുകയോ ചെയ്യാം. അപ്പൊ റിക്വസ്റ്റഡ് അല്ലെങ്കിൽ ബെഗ്ഡ് എന്ന് പറയുന്ന വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ റിക്വസ്റ്റഡ് എന്നുണ്ട്. അപ്പം ബെഗർ റിക്വസ്റ്റഡ് രാമു. ഇനി ഈ ഇംപറേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താ? ഒരു പോസിറ്റീവ് മീനിങ് ഉള്ള ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഗീവിനെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ ഗീവിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ടു ആഡ് ചെയ്യണം. നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് നോട്ട് ടു ആഡ് ചെയ്യാമായിരുന്നു. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ടു ആണ് ആഡ് ചെയ്യുന്നത്. ടു സം വാട്ടർ. അപ്പൊ അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ. ദ ബെഗർ റിക്വസ്റ്റഡ് രാമു ടു ഗീവ് സം വാട്ടർ. അടുത്ത ചോദ്യം, റീറൈറ്റ് ദ സെന്റൻസ് യൂസിംഗ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. നമുക്ക് ഐ ഷാൽ ഫിനിഷ് മൈ വർക്ക് ഇൻ ഡാഷ് അവർ. 1 മണിക്കൂറിനുള്ളിൽ വർക്ക് ഫിനിഷ് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഒരു എന്നർത്ഥം വരുന്നത് ഏതൊക്കെയാ? ആനും എയുമാണ്. അവിടെ നമുക്ക് ഹവർ എന്നല്ല നമ്മൾ പറയുന്നത്, പിന്നെ അവർ എന്നാ പറയുന്നത്. അതായത് എച്ച് സൈലന്റ് ആയിട്ടാണ് നിൽക്കുക. അപ്പൊ അവർ, ആ എന്ന് പറയുന്ന ശബ്ദമാണ് വരുന്നത്. അത് എന്തിന്റെയാണ്? വവലിന്റെയാണ്. അപ്പൊ നമുക്ക് ആൻ ഉപയോഗിക്കാം. ഇനി അടുത്തത്, അധ്വാനിക്കാതെ നേട്ടമില്ല എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. അതായിരിക്കും നോ പെയിൻ നോ ഗെയിൻ. ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ സെന്റൻസ് ഗിവൺ ബിലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസിന് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം സഹായക്രിയയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നേരിട്ട് സഹായക്രിയ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെർബിനെ നോക്കണം. ദേ ലീവ്, ഇതിനകത്ത് സഹായക്രിയ ഏതായിരിക്കും? ഡു ആയിരിക്കും. കാരണം എന്താ? ഇവിടെ ദേ പ്ലൂറൽ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിന്റെ കൂടെ വരേണ്ടത് ഡു ആയിരിക്കണം, അല്ലെ? ഡു പ്ലസ് ലീവ് ആണ് ലീവ്. ഡു ആണ് ഇവിടുത്തെ സഹായക്രിയ. അപ്പൊ നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഡുവിന്റെ ചെറിയ രൂപമായി ഇൻറ്റ് എഴുതുന്നു. ഡോണ്ട്, പിന്നെ ദേ. അപ്പൊ ഡോണ്ട് ദേ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദർ വാസ് എ ബിഗ് ക്രൗഡ് ഡാഷ് ദ മാർക്കറ്റ്. മാർക്കറ്റിലൊരു ബിഗ് ക്രൗഡ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് പർട്ടിക്കുലർ പ്ലേസ് ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? അറ്റാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, ദിസ് ഈസ് ദ ഡാഷ് ന്യൂസ്, യൂസ് ദ കറക്റ്റ് അഡ്ജക്റ്റീവ്. ഇവിടെ ശരിയായ അഡ്ജക്റ്റീവ് ഏതാണ് പറയുന്നത്? ലേറ്റ് ആണോ, എയർലി ആണോ, ലാസ്റ്റ് ആണോ, ലേറ്റസ്റ്റ് ആണോ? നമുക്ക് ഇവിടെ ദ വന്നു. അങ്ങനെ ദ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട അഡ്ജക്റ്റീവ് ഏത് ഫോമിലായിരിക്കണം? സൂപ്പർലേറ്റീവ് ഫോമിലായിരിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് സൂപ്പർലേറ്റീവ് ഫോം ഏതാണ്? ഈ ലേറ്റസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് ന്യൂസ്. അടുത്ത ചോദ്യം, ദ വേർഡ് വിച്ച് മീൻസ് ഇന്നസെന്റ് ഈസ്. ഇന്നസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ചൈൽഡിഷ് ആണോ, ഫ്രാങ്ക് ആണോ, ചൈൽഡ് ലൈക്ക് ആണോ, പ്രൗഡ് ആണോ? ചൈൽഡിഷ് എന്ന് വെച്ചാൽ കുട്ടിത്വം, ഫ്രാങ്ക് എന്ന് വെച്ചാൽ തുറന്ന് പറയുന്ന, അത് വരത്തില്ല ഇവിടെ. ചൈൽഡ് ലൈക്ക് എന്ന് വെച്ചാൽ കുട്ടികളെ പോലെ. അപ്പൊ നിഷ്കളങ്കം എന്ന് പറയുമ്പോൾ എന്താ? കുട്ടികളെ പോലെ എന്നുള്ള, അത് നമ്മൾ ഇന്നസെന്റ് എന്ന് പറയും. പ്രൗഡ് നമുക്കറിയാം, അഭിമാനം കൊള്ളുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ചൈൽഡ് ലൈക്ക് എന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. ഐ ആം സുപ്പീരിയർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, സുപ്പീരിയർ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ദാൻ അല്ല വരേണ്ട, ടു ആണ്. അപ്പൊ അങ്ങനെ ടു വന്നിരിക്കുന്ന നോക്കുമ്പോൾ ഇവിടെ ഐ ആം സുപ്പീരിയർ ടു ഹിം. ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ. എന്തായിരിക്കും? വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ ING ഫോമാണ് വരേണ്ടത്. അപ്പൊ എന്തായിരിക്കും? പോസ്റ്റിംഗ് ആയിരിക്കും. എന്താണ്? പോസ്റ്റിംഗ്. അടുത്ത ചോദ്യം, ഐ വിഷ് ഇറ്റ് വാസന്റ് റെയിനിങ് മീൻസ്. അതായത് ഞാൻ ആഗ്രഹിക്കുന്നു മഴ പെയ്യണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ മഴ പെയ്യുന്നു എന്നാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇറ്റ് ഈസ് റെയിനിങ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹി ഡിഡ് നോട്ട് ഈറ്റ് ദ കേക്ക്, ഷി ഡിഡ് നോട്ട് ഈറ്റ് ഇറ്റ്. അപ്പൊ എന്തായിരിക്കും? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടുപേരും ഒരു കാര്യം ചെയ്തില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ കേക്ക് കഴിച്ചില്ല, അവളും കേക്ക് കഴിച്ചില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നെയ്തറോ എയ്തറോ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് നെയ്തർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഈ രണ്ടിടത്തും നോട്ട് വന്ന സ്ഥിതിക്ക് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താ? എയ്തറാണ്. എയ്തറാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ മാർക്കറ്റ് ഈസ് അറ്റ് ദ ഡാഷ് എൻഡ് ഓഫ് ദ സിറ്റി. ഫാർദർ ആയിരിക്കുമോ, ഫർദർ ആയിരിക്കുമോ, ഫാർദസ്റ്റ് ആയിരിക്കുമോ, ഫെദർ ആയിരിക്കും? എന്തായിരിക്കും ഫർദർ? ഫർദർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഭാവിയിൽ എന്ന അർത്ഥത്തിൽ വരാൻ വേണ്ടി, ഇനി അങ്ങോട്ട് എന്ന അർത്ഥത്തിൽ വരാൻ വേണ്ടി ഇവിടെ ഫർദർ ഉപയോഗിക്കുന്നു.
അല്ലെങ്കിൽ ഫാർദർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ദൂരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഫാർദറും ഫാർദസ്റ്റും ഒക്കെ ഉപയോഗിക്കുന്നത്. ഫെദർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? തൂവൽ എന്നാണ്. ഇവിടെ ഭാവിയെ കുറിച്ചല്ല പറയുന്നത്, പിന്നെന്താ ദൂരത്തെ കുറിച്ചാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ദ എന്ന് പറയുന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് എങ്ങനെയുള്ളതായിരിക്കണം? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഫാർദസ്റ്റ് ആയിരിക്കും. എന്തായിരിക്കും? ഫാർദസ്റ്റ്. അപ്പൊ അങ്ങനെ വരും ദ മാർക്കറ്റ് ഈസ് അറ്റ് ദ ഫാർദസ്റ്റ് എൻഡ് ഓഫ് ദ സിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ബോയ് ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് വെൻ ഡാഷ്. അപ്പൊ ഇത് എന്താണ്? പാസ്റ്റ് ടെൻസിലെ സംഭവങ്ങളാണ്. നമുക്ക് ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്. പിന്നെ ഇവിടെ ഒരു ക്രിയ വരണം. നമുക്കറിയാം എന്താ, രണ്ട് കഴിഞ്ഞകാല ക്രിയകളിൽ ആദ്യം നടന്ന ക്രിയ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന ക്രിയ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഐ കാൾഡ് ഹിം എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ഷീ ലീവ്സ് ഇൻ മുംബൈ. ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം. ലീവ്സ്, ഇവിടെ ഒരു സഹായക്രിയ കിടപ്പുണ്ട്. അതായിരിക്കും ഡസ് ആണ്. കാരണം ഡസ് പ്ലസ് ലീവ് ആണ് ലീവ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡസ് സഹായക്രിയ ആയിട്ടുണ്ട്. ആ സഹായക്രിയ നമുക്ക് എടുക്കാം. ഇനി നോക്കുക, ഇത് തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ആഡ് ചെയ്യണം ഇതിന്റെ കൂടെ, ഡസിന്റെ കൂടെ. അപ്പൊ അതൊരു ഡസിന്റെ എന്ന് വരും. പിന്നെ ഷീ. അപ്പൊ ഡസിൻ ഷീ എന്ന് പറയുന്നത് ഏതാ? ആണ്ടിതാ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, യു ക്യാൻ ടെലിഫോൺ മീ ഡാഷ് യു ലൈക്ക്. അത് നിങ്ങൾക്ക് തന്നെ ടെലിഫോൺ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ ടെലിഫോൺ ചെയ്യാമെന്നാണ് പറയാം. അപ്പം എപ്പോഴൊക്കെ എന്നർത്ഥമാണ് വരുന്നത്. ഹവർ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ ആയാലും, വാട്ടവർ എന്തൊക്കെയായാലും, വിച്ചവർ ഏതൊക്കെയായാലും, വെനവർ എപ്പോഴൊക്കെ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വെനവർ. അടുത്ത ചോദ്യം, ഇഫ് മൈ ഫാദർ വെയർ ദെയർ ഡാഷ്. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഫാദർ കഴിഞ്ഞിട്ട് വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അൺലൈക്ലി ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പൊ അതൊന്നും അല്ല നമ്മുടെ വിഷയം. ഇത് ഏത് ടെൻസ് ആണെന്ന് നോക്കുക. വാസും വെയറും വന്നു കഴിഞ്ഞാൽ അത് ഏത് ടെൻസ് ആണ്? ആ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെ സിമ്പിൾ പാസ്റ്റിൽ വരികയാണെങ്കിൽ തുറന്നു വരേണ്ട ഭാഗങ്ങളായിരിക്കണം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 എന്ന രീതിയിൽ വരണം. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ്? ഈ വുഡ് ഹെൽപ്പ് ആണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ബിലീഫ് ഡാഷ് ഇമോഷൻ. ഇത് വളരെ പ്രയാസമാണ്. എന്ത്? ബിലീഫിനെ ഇമോഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ആ നിന്നും എന്നൊരു അർത്ഥമാണ് നമുക്ക് വരേണ്ടത്. അപ്പൊ അങ്ങനെ അതിൽ നിന്നും എന്നൊക്കെ അർത്ഥം വരണമെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ഫ്രം ആണ് ഉപയോഗിക്കുന്നത്. ഫ്രം. അപ്പൊ അങ്ങനെ ഒരു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ബിലീഫ് ഫ്രം ഇമോഷൻ. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഐ അപ്രീഷിയേറ്റ് ഹെർ ഡാഷ് ഇൻ ഹെർ സ്റ്റഡീസ്. റെഗുലർ ആണോ, റെഗുലാരിറ്റി ആണോ, റെഗുലാർലി ആണോ, റെഗുലറൈസ് ആണോ? ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്തിനാണ്? അവളുടെ പിന്നെ നൗൺ ഫോം ആവേണ്ടത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇതിനകത്ത് നൗൺ ഫോം ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? റെഗുലാരിറ്റിയാണ്. ഓക്കെ, റെഗുലാരിറ്റി. റെഗുലർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. റെഗുലർലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആഡ്വെർബാണ്. റെഗുലറൈസ് എന്ന് പറയുമ്പോൾ എന്താ? വെർബാണ്. അപ്പൊ ഇവിടെ നൗൺ ഫോം ആയിട്ട് വന്നിരിക്കുന്നത് റെഗുലാരിറ്റി. അതാണ് ഇവിടെ വരേണ്ടത്. ഐ അപ്രീഷിയേറ്റ് ഹെർ റെഗുലാരിറ്റി ഇൻ ഹെർ സ്റ്റഡീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാവാഗൻസ്. എക്സ്ട്രാവാഗൻസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മിസർലിനസ് ആണോ, ഇൻകോർപ്പറൽ ആണോ, ഇൻട്രാവാഗൻസ് ആണോ, മിസ്ഫിയസൻസ് എന്നാണ്. എക്സ്ട്രാവാഗൻസ് എന്ന് വെച്ചാൽ എന്താ? ദൂർത്ത് അല്ലെങ്കിൽ അമിതമായ, ആർഭാടമായ എന്നൊക്കെ അർത്ഥത്തിലാണ് എക്സ്ട്രാവാഗൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എക്സ്ട്രാവാഗന്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാതായിരിക്കും ഫ്രൂഗൽ അല്ലെങ്കിൽ ത്രിഫ്റ്റി, എക്കണോമിക്കൽ എന്നൊക്കെയാണ്. ഇവിടെ നോക്കി, ഇവിടെ എക്സ്ട്രാവാഗൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മിസർലിനസ് എന്നാണ്. ഇതാണ് മിസർലിനസ്. അടുത്ത ചോദ്യം, ഓൾ ദാറ്റ് ഡാഷ് ഈസ് നോട്ട് ഗോഡ്. ഇതൊരു പ്രൂവബാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഏതായിരിക്കും ഫില്ല് ചെയ്യാൻ പറ്റുക? ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ആണ്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ്. അടുത്ത ചോദ്യം, മെനി പീപ്പിൾ ഡാഷ് ദ പുവർ. അനേകം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? പുവറിനെ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? പരിഹസിച്ചു അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അപ്പം അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അതിന്റെ ഫ്രേസൽ വെർബായിട്ട് നമുക്ക് എന്ത് പറയാം? ലുക്ക് ഡൗൺ ഓൺ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് ലുക്ക് ഡൗൺ ഓൺ. അടുത്ത ചോദ്യം, ദ അനൗൺസ്മെന്റ് ഓഫ് ദ റിസൾട്ട്സ് ഡാഷ് അവൈറ്റഡ്.
ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പകരം ദ അനൗൺസ്മെന്റ് ഓഫ് ദ റിസൾട്ട്സ് ആണ് ഇതിലെ സബ്ജക്റ്റ്. പക്ഷെ നമ്മളിവിടെ വെർബ് എഴുതുമ്പോൾ ദി അനൗൺസ്മെന്റ് ഓഫിന് മുമ്പുള്ളതിനെ വെച്ച് വേണം നമ്മൾ നോക്കാൻ. ഓഫ് ഇടയ്ക്ക് കയറി വരുവാണെങ്കിൽ ഓഫിന് തൊട്ട് മുമ്പുള്ള ഭാഗമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ദ അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള സംഭവമാണ് വരേണ്ടത്. അതേതാണ്? ഈസ് ആണ്. ഇതാണ് ഈസ്. അടുത്ത ചോദ്യം, ഹി വർക്ക്സ് 8 hours ഡാഷ് ഡേ. അപ്പൊ നമുക്ക് പറയാം ഒരു ദിവസം അവൻ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഡേ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം ഡി ആണ്, അല്ലെങ്കിൽ ഡ എന്ന് പറയുന്ന ശബ്ദത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് പറയണമെങ്കിൽ എയോ അല്ലെങ്കിൽ ആനോ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ ഡ എന്നുള്ള ഉച്ചാരണം വന്നതുകൊണ്ട് അത് കൺസണന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം? എ ഉപയോഗിക്കാം. എ. അപ്പൊ അങ്ങനെ വരും, ഹി വർക്ക്സ് 8 hours എ ഡേ. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നത്തിങ് ഡാഷ് ഡിസ്റ്റർബ്സ് ഹിസ് സ്ലീപ്പ്. അപ്പോൾ നത്തിങ് എന്ന് പറയുമ്പോൾ നെഗറ്റീവായി. ഇനി നമ്മൾ നെഗറ്റീവ് വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. അവൻ നെവർ പറ്റത്തില്ല. പിന്നെ എവരി ടൈം ആണോ, എവർ ആണോ, സംടൈംസ് ആണോ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നും അവനെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാറില്ല എന്ന് പറയും. ഒരിക്കലും എന്നൊരർത്ഥം വരണമെങ്കിൽ നമുക്ക് ഇവിടെ നെവർ നമുക്ക് എഴുതാമായിരുന്നു. പക്ഷേ നത്തിങ് നെഗറ്റീവായ സ്ഥിതിക്ക് പിന്നെ നമുക്ക് നെവർ എഴുതാൻ പറ്റത്തില്ല. പിന്നെ അതിന്റെ പോസിറ്റീവ് എഴുതാം. അതായിരിക്കും എവർ ആയിരിക്കും. ആണ് എവർ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ സിനോണിം ഓഫ് ഹൊസ്റ്റൈൽ. ഹൊസ്റ്റൈൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്താണ്? ഹൊസ്റ്റൈൽ ശത്രുത എന്നാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി അല്ലാത്തത്. അപ്പൊ ഇതാ അൺഫ്രണ്ട്ലി. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വൺ ഹു നോസ് എവരിതിങ്. എല്ലാം അറിയാവുന്ന ആൾ. അയാളെ നമുക്ക് എന്ത് വിളിക്കാം? ഓംനീസിയന്റ് എന്ന് വിളിക്കാമോ, മാസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുമോ, ഓംനി പൊട്ടൻ എന്ന് വിളിക്കാൻ പറ്റുമോ, സ്കോളർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓംനീസിയൻ എന്നാണ്. ഇതാണ് ഓംനിസിയന്റ്. ഈ ഓംനി പൊട്ടൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സർവശക്തൻ എന്നർത്ഥം. ഇത് സർവവും അറിയുന്നവൻ എന്നാണ് ഓംനിസിയന്റ്. സ്കോളർ എന്ന് വെച്ചാൽ എന്താ? പണ്ഡിതൻ. അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അറിയാവുന്ന ആൾക്കാരെ നമ്മൾ സ്കോളർ അല്ലെങ്കിൽ മാസ്റ്റർ എന്നൊക്കെ പറയും. ഇതെല്ലാ കാര്യത്തെക്കുറിച്ചും കാര്യങ്ങൾ അറിയാവുന്ന നമുക്ക് ഓംനിസിയന്റ് എന്ന് പറയാം. ഇനി സർവശക്തനെ നമുക്ക് ഓംനി പൊട്ടൻ എന്ന് വിളിക്കാം. ഇവിടെ കറക്റ്റ് ആൻസർ ഓംനിസിയന്റ് ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ബ്യൂറോക്രസിയുടെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതേതായിരിക്കും? ഈ പറയുന്ന BUREAUCRACY, ബ്യൂറോക്രസി. അടുത്ത ചോദ്യം, ദ ഓൾഡർ ഹി ഗോട്ട് ഡാഷ് ഹി ബിക്കേം. ദ മോർ എന്ന് പറയണം തുടങ്ങുന്നത്. ദ മോർ എന്ന് പറയുന്ന കൺസെഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ഓൾഡിന്റെ കൂടെ മോർ ചേരുമ്പോഴാണ് ഓൾഡർ എന്നാവുന്നത്. അതുപോലെ ദ മോർ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സംഭവം വരണം. അതേതായിരിക്കും? മോർ ഹാപ്പിയർ നമ്മൾ പറയത്തില്ല. പിന്നെ ഇവിടെ ഹാപ്പിയർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദ വേണം. അപ്പം ദ ഹാപ്പിയർ. ഇവിടെ മോർ ഇല്ല. കാരണം ഇതാണ് കറക്റ്റ് ആൻസർ. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോളോയിങ് വേർഡ് സെലിബ്രിറ്റി. സെലിബ്രിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ മീനിങ് ഓണസ്റ്റി ആണോ, ചാരിറ്റി ആണോ, ഗ്രേസ് ആണോ, ഫെയിം ആണോ? ഏതായിരിക്കും? ഫെയിം ആണ്, പ്രശസ്തി. ഓക്കെ, അതാണ് സെലിബ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, റൈറ്റ് ദ സിനോണിം ഓഫ് വേർഡ് ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫ്രാഗ്രൻസ് സുഗന്ധം എന്നർത്ഥത്തില്. അതിനകത്ത് ഇതാണ് സെന്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് റിജിഡ്. റിജിഡ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്. റിജിഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വഴങ്ങാത്തത്. അപ്പോൾ വഴങ്ങുന്നത് എന്ന് പറയുമ്പോൾ അതാണ് ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഗിവൺ ബിലോ. ഗസ്റ്റ്. ഗസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്. ഗസ്റ്റ് എന്ന് വെച്ചാൽ അതിഥി. അപ്പൊ ആതിഥേയൻ എന്ന് പറഞ്ഞു. അതാണ് ഹോസ്റ്റ് ആണ്. അതാണ് ഹോസ്റ്റ്. അടുത്ത ചോദ്യം, സെലക്ട് ദ വേർഡ് ഓർ ഫ്രേസ് വിച്ച് ഇസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ ഫോളോയിങ് വേർഡ് അജണ്ട. അജണ്ട എന്ന് പറയുന്നതിന് അടുത്ത് വരുന്ന വാക്ക് അത് പ്രോഗ്രാം ആണോ, ടോപ്പിക് ആണോ, ഷെഡ്യൂൾ ആണോ, അസൈൻമെന്റ് ആണോ? അപ്പം അജണ്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യം. അപ്പം അതിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്? ഷെഡ്യൂൾ ആണ്. അതാണ് ഷെഡ്യൂൾ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വേർഡ് ടു റീപ്ലേസ് ദ ഫ്രേസ് ഗിവൺ ബിലോ. ഹാവിംഗ് ദ പവർ ടു നോ എവരിതിങ്. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. അതായത് എല്ലാം അറിയുന്ന, ടു നോ എവരിതിങ്. അതെന്തായിരിക്കും? ഓംനിസിയന്റ് ആണ്. അതാണ് ഓംനിസിയന്റ്. ഓംനി പ്രസന്റ് എന്ന് പറയുമ്പോൾ സർവ്വവ്യാപി. ഈ ഓംനി പൊട്ടൻ എന്ന് പറയുമ്പോൾ സർവശക്തൻ. നോബിൾ നമുക്കറിയാം എന്താ? മഹത്വമായിട്ടുള്ള. ഇവിടെ ഓംനിസൈന്റ് ആണ് കറക്റ്റ് ആൻസർ. നോക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോംസ് ഓഫ് വേർബ്സ്.
രാജു എൻജോയ്സ് ഡാഷ് ദ ഡ്രാമാസ് ഓഫ് ഷേക്സ്പിയർ. അപ്പോൾ ഇവിടെ എൻജോയ്സ് എന്ന് വന്ന സ്ഥിതിക്ക് പിന്നീട് നമ്മൾ വെർബ് ഫോം എഴുതണമെങ്കിൽ അത് ഏത് ഫോമേ എഴുതാവൂ? ജെറണ്ട് ഫോമേ എഴുതാവൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ റീഡിങ്, എൻജോയ്സ്, ലൈക്സ്, അല്ലേ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് എഴുതാവൂ? ജെറണ്ട് ഫോമേ എഴുതാവൂ. അപ്പോൾ റീഡിങ്. അടുത്ത ചോദ്യം, സം ഇൻസിഡൻസ് ഡാഷ് ബൈ റാഷ് ഡ്രൈവിംഗ്. ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തിനാലാണ്? റാഷ് ഡ്രൈവിങ്ങിലൂടെയാണ്. അപ്പൊ ഇവിടെ എന്ത് വേണം? ഒരു വെർബ് ഫോമാണ് വരേണ്ടത്. എങ്ങനെയുള്ള വെർബ് ഫോമാണ്? ടെൻസ് ഫോമുള്ള വെർബാണ് വരേണ്ടത്. അപ്പൊ ഈ കാസിങ് വരത്തില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കോസ്റ്റ്, ആർ കോസ്റ്റ്, ആർ കോസിങ്. ഇവിടെ നോക്കുമ്പോൾ ബൈ വന്നിട്ടുണ്ട്. ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് പാസീവ് വോയിസ് ആണ്. പിന്നെ പാസീവ് വോയിസ് ഉള്ള ഒരു വെർബിന്റെ ഫോം എങ്ങനെയായിരിക്കണം? ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കണം. അതാണ് ബി ഫോംസ് പ്ലസ് V3. അപ്പൊ ബിയുടെ രൂപങ്ങൾ വരണം, പിന്നെ V3. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ബിയുടെ രൂപങ്ങൾ വന്നിരിക്കുന്നത് എവിടെയൊക്കെയാണ്? ഇവിടെ ആറ്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ V3 ഫോമേ വരാവും. ഇവിടെ നോക്കുമ്പോൾ കാസിങ് ING ഫോമാണ്, അതുകൊണ്ട് ഇത് വരത്തില്ല. പിന്നെ ഇത് ഓൾറെഡി വരത്തില്ല, കാരണം ഇവിടെ ബി ഫോംസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ V3 കോസ്റ്റ്. അപ്പൊ അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ അങ്ങനെ വരും, സം ആക്സിഡൻസ് ആർ കാസ്ഡ് ബൈ റാഷ് ഡ്രൈവിംഗ് എന്ന് വരും. ഇനി അടുത്ത ചോദ്യം, fill in the blanks with suitable tense forms of the verbs. The managing director is away on tour. മാനേജിംഗ് ഡയറക്ടർ ടൂറിൽ പോയിരിക്കുകയാണ്. He dashed to London. അദ്ദേഹം എവിടെയാണ് പോയിരിക്കുന്നത്? എവിടെയാണ് ടൂർ പോയിരിക്കുന്നത്? ലണ്ടനിലാണ് പോയിരിക്കുന്നത്. അപ്പൊ ഈ പോവുക എന്ന് പറയുന്ന പ്രവൃത്തിക്ക് ഇപ്പോഴും എന്തുണ്ട്? പ്രസക്തി ഉണ്ട്. അത് റെലവെന്റ് ആണ്. അങ്ങനെ പ്രസക്തിയുള്ള അല്ലെങ്കിൽ റെലവെന്റ് ഉള്ള വെർബുകളെ സൂചിപ്പിക്കാൻ നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കാവൂ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാവൂ. അപ്പൊ അങ്ങനെ ഇതിനകത്ത് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഹാസ് ഗോൺ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ എർത്ത് ഡാഷ് അറൌണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രപഞ്ച സത്യമാണ്. ആ പ്രപഞ്ച സത്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ളത് അതേതൊക്കെയാ? റിവോൾവും റിവോൾസും. റിവോൾവ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോമും, റിവോൾസ് എന്ന് പറയുന്നത് സിംഗുലർ ഫോം. ഇവിടെ നോക്കുമ്പോൾ ദ എർത്ത് എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആണ്. അതിന്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ് ഈ റിവോൾസ് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് സ്നേക്സ്. കുട്ടികൾ പാമ്പുകളെ ഭയക്കുന്നു. അപ്പൊ അതൊരു എന്താണ്? ഒരു വാസ്തവമാണ്, ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പ്രസന്റ് ടെൻസിലേ പറയാവൂ. ഇനി ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഇതിനകത്ത് പ്ലൂറൽ ആയിട്ടുള്ളത് ആറും വേറുമാണ്. വേർ പാസ്റ്റ് ആണ്, ആറാണ് പ്രസന്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് റിപ്പോർട്ട് സ്പീച്ച്. ഇവിടെ തന്നിരിക്കുന്നത് ശരിയായ റിപ്പോർട്ട് സ്പീച്ചിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റാണി ആസ്ക് ദ ഗേൾ. അപ്പൊ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ചോദ്യമാണ് വരേണ്ടത്. പക്ഷെ ആ ചോദ്യം നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ എഴുതുമ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കണം എഴുതേണ്ടത്. അതായത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം വരേണ്ട ഭാഗം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഇവിടെ നമുക്ക് വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് കാണുന്നുണ്ട്. ഇനി അതിന് ശേഷമുള്ള ഭാഗം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇവിടെ നോക്കാം, വാസ് ഷീ ഡൂയിങ് സ്റ്റേറ്റ്മെന്റ് അല്ല, ഡിഡ് ഷീ സ്റ്റേറ്റ്മെന്റ് അല്ല. സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സബ്ജക്ട് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്സ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ് എന്ന് വരണം. അപ്പൊ സബ്ജക്റ്റ് ആണ് വരേണ്ടത്. അപ്പൊ നോക്കാം, വാട്ടിന് ശേഷം സബ്ജക്റ്റ് വന്നിരിക്കുന്നത് ഈ സിയിലുമുണ്ട്, ഈ ബിയിലുമുണ്ട്. ഓക്കെ, ഷീ. ഇനി അതിനുശേഷം സഹായക്രിയ വരണം. ഇവിടെ നോക്കാം, വുഡ് ഇവിടെ ഉണ്ട്, സഹായക്രിയാണ്, ഇവിടെയും സഹായക്രിയ ഉണ്ട്. ഇനി വെർബാണ് വരേണ്ടത്. ഇവിടെ ഇവിടെയും വെർബുണ്ട്, ഇവിടെയും വെർബുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? വുഡിന് ശേഷം ഡൺ എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വുഡിന് ശേഷം എപ്പോഴും V1 ഫോമാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പൊ ഈ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്സ്. ശരിയായ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ. കുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് തന്നിരിക്കുന്നത് സഹായക്രിയ ഉണ്ടോ എന്നാണ്. ഇവിടെ നോക്കുമ്പോൾ സഹായക്രിയ നമുക്ക് നേരിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വെർബിനെ പിടിക്കണം. ഈ വെർബിനകത്തൊരു സഹായക്രിയ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതേതാണ്? ഡു ആണ്. അതാണ് ഡു. ഡു പ്ലസ് പ്ലേ ആണ് പ്ലേ. അപ്പൊ ഡു എന്ന് പറയുന്ന സഹായക്രിയ നമുക്ക് കിട്ടി. ഇനി ഇത് നോക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഡുവിന്റെ കൂടെ നോട്ടിന്റെ ചെറിയ രൂപം ഇൻഡ് ചേർക്കണം. അപ്പൊ എന്തായി? ഡോണ്ട്. ഇനി ചിൽഡ്രന്റെ പ്രൊനൗൺ ദേ. അപ്പൊ ഡോണ്ട് ദേ എന്ന് വരണം. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മീന ഡാൻസ്ഡ് വെൽ. ഇതും ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ ഇവിടെയും സഹായക്രിയ നമുക്ക് നേരിട്ട് തന്നിട്ടില്ല. അപ്പൊ ഡാൻസ്ഡ് എന്ന് പറയുന്ന വെർബിനെ എടുക്കുക. അതിനകത്ത് സഹായക്രിയ ഉണ്ട്. ഏത്? ഡിഡ്. ഡിഡ് പ്ലസ് ഡാൻസ് ആണ് ഡാൻസ്ഡ്. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഡിഡിന്റെ കൂടെ നോട്ടിന്റെ ചെറിയ ഇൻഡ് ചേർക്കുക. ഇനി മീന എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൊനൗൺ ഷീ.
അപ്പോൾ ഡിഡിൻ ഷീ എന്ന് വരണം. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് സ്യൂട്ടബിൾ വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്, ദൈവത്തെ വിശ്വസിക്കുന്നവൻ, നമുക്കെന്ത് വിളിക്കാം? തിയസ്റ്റ് എന്ന് വിളിക്കാം. അതാണ് തിയസ്റ്റ്. അല്ലാത്തന്നെ നമുക്കെന്ത് വിളിക്കാം? എത്തിസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ. അടുത്ത ചോദ്യം, പേഴ്സൺ ഹാവിംഗ് പ്രൊഫൗണ്ട് നോളജ്, ആഴത്തിൽ അറിവുള്ള ആളിനെ നമുക്കെന്ത് വിളിക്കാം? അതായത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ള ആളെ നമുക്കെന്ത് വിളിക്കാം? സ്കോളർ എന്ന് വിളിക്കാം. എന്നാൽ എല്ലാം അറിയാവുന്ന, എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്ന ആളിനെ നമുക്ക് ഓംനീസിയൻ എന്ന് വിളിക്കാം. ഇനി അടുത്ത്, എ ചൈൽഡ് ഹൂസ് ഫാദർ ഇസ് ഡെഡ്, അച്ഛൻ മരിച്ചുപോയ കുട്ടി, ആ കുട്ടിയെ നമുക്ക് എന്ത് വിളിക്കാം? ഓർഫൻ എന്ന് വിളിക്കാം. ഡാഷ് പാസ്റ്റ്. ഇപ്പൊ നമുക്ക് പാസ്റ്റ് എന്ന് വന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ എന്ത് വരണം? പാസ്റ്റ് എന്ന് വന്ന സ്ഥിതിക്ക് പിന്നെ ഇവിടെ ഡിഡ് വരണ്ട. ഓക്കെ. പിന്നെ ഡൂവും വരാൻ പറ്റത്തില്ല. ഓക്കെ. ഡിഡോ ഡൂവോ വരാൻ പറ്റത്തില്ല. കാരണം ഡിഡ് ഇവിടെ പാസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഉള്ളത് ഹാവും ഹാസുമാണ്. അതെന്തിനെ ആശ്രയിച്ചാണ്? ഈ നോറിന് ശേഷം വന്നിരിക്കുന്ന ഭാഗത്തെ ആശ്രയിച്ച്. നോറിന് ശേഷം ഹെർ ബ്രദർ എന്നാണ് വന്നിരിക്കുന്നത്. ഹെർ ബ്രദർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഹാസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, യു ആർ സംടൈംസ് അൺവൈസ് മീൻസ്, നിങ്ങൾ പലപ്പോഴും അൺവൈസ് ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പലപ്പോഴും വൈസ് അല്ല എന്നർത്ഥം. നിങ്ങൾ മണ്ടത്തരവും കാണിക്കാറുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും? യു ആർ നോട്ട് ആൾവേസ് വൈസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, എ സിനോണിം ഫോർ ബാരൻ. ബാരൻ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം. ബാരൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫലപുഷ്ടി ഇല്ലാത്ത. അപ്പൊ ഇതിനകത്ത് അങ്ങനെയുള്ള വാക്ക് ഏത് നോക്കാം? സ്റ്റെറൈൽ, ഫെർട്ടൈൽ, സ്ലഗിഷ്, ഫേക്ക്. ഫെർട്ടൈൽ എന്ന് വെച്ചാൽ ഫലപുഷ്ടിയുള്ള, ഫേക്ക് എന്ന് വെച്ചാൽ വ്യാജം, സ്ലഗിഷ് എന്ന് വെച്ചാൽ സ്ലോയിലി. അപ്പൊ ഇവിടെ എന്തായിരിക്കും? സ്റ്റെറൈൽ ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? സ്റ്റെറൈൽ. അടുത്ത ചോദ്യം, ഡാഷ് ദേ മേ സേ മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഡാഷ് ദേ മേ സേ, ഇങ്ങനെ സബ്ജക്റ്റ് പിന്നെ മേ പ്ലസ് V1 എന്ന് തന്നിട്ട് തുടക്കത്തിൽ ഇതേ തരത്തിൽ എഴുതാൻ പറയുമ്പോൾ അവിടെ എപ്പോഴും വാട്ടവർ ആണ് വേണ്ടത്. എന്താണ്? വാട്ടവർ. ഓക്കെ. വാട്ടവർ ദേ മേ സേ, അവരെന്തൊക്കെ പറഞ്ഞാലും നടന്നു വരാൻ വേണ്ടി ഇപ്പൊ വാട്ടവർ ആണ് വേണ്ടത്. അടുത്തത്, ഇറ്റ് ഈസ് 2 months ഡാഷ് ഐ വെന്റ് ടു ദ ഡോക്ടർ. ഇപ്പൊ ഇവിടെ എന്ത് വരും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലെ ഡാഷ് തന്നിട്ട് പിന്നീട് എന്താണ് ഇതേപോലെ ഒരു സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള സംഭവം തരികയാണെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? സിൻസ് ആയിരിക്കണം. ഇതാണ് സിൻസ്. ഇപ്പൊ ഇതേപോലെ ഇറ്റ് ഈസ് 2 months, ഇറ്റ് ഈസ് 4 months എന്നൊക്കെ വരുന്നു. എന്നിട്ട് ഡാഷ് തരുന്നു. പിന്നെ അതിനുശേഷം സിമ്പിൾ പാസ്റ്റ് ഉള്ള ഒരു ക്ലോസ് തരുന്നു. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സിൻസ്. അടുത്ത ചോദ്യം, ഡാഷ് യു ഇൻവൈറ്റ് ഹിം, ഹി വിൽ നോട്ട് കം. അപ്പൊ എന്താ ഇവിടെ? ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇഫ് ക്ലോസ് ആയിട്ടുള്ള സംഭവം തന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു ഇഫ് ഉണ്ട്, ഇതിന്റെ കൂടെ ഈവന്റെ കൂടെ. അപ്പൊ അങ്ങനെ ഈവൻ ഇഫ്, ഇതാണ് കറക്റ്റ് ആൻസർ. ഈവൻ ഇഫ് യു ഇൻവൈറ്റ് ഹിം, നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ പോലും, ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും, ഹി വിൽ നോട്ട് കം, അവൻ വരികയില്ല. ഇനി അടുത്ത ചോദ്യം, ഐ കാൺട്ട് ഡാഷ് യുവർ റൂഡ്നെസ് എനിമോർ. എനിക്ക് ഇനിയൊരിക്കലും നിങ്ങളുടെ റൂഡ്നെസ്സിന് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. അപ്പൊ ക്ഷമിക്കുക എന്ന് അർത്ഥം വരുന്ന ഏതായിരിക്കും? അല്ലെങ്കിൽ സഹിക്കുക എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് അതേതായിരിക്കും? പുട്ടപ്പ് വിത്ത് ആയിരിക്കും. ഇതാണ് പുട്ടപ്പ് വിത്ത്. ഓക്കെ. പുട്ടപ്പ് വിത്ത് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, രാജു ഈസ് വെറ്റേറൻ ഇൻ ദിസ് ഫീൽഡ് ബട്ട് ഹിസ് ബ്രദർ ഈസ് ഓൺലി എ ഡാഷ്. അപ്പൊ വെറ്റേറന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വെറ്റേറൻ എന്ന് വെച്ചാൽ എന്താ? പരിചയസമ്പന്നൻ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പരിചയസമ്പത്ത് ഇല്ലാത്ത ആളെ നമുക്ക് എന്ത് വിളിക്കാം? നോവീസ് എന്ന് വിളിക്കാം. അതാണ് നോവീസ്. അടുത്ത ചോദ്യം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൈൽഡ് ആൻഡ് നോയ്സി ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ. വൈൽഡ് ആൻഡ് നോയ്സി ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ എന്ന് പറയുന്നതിന്റെ വൺ വേർഡ് അതെന്താണ്? പാൻറ്റിമോണിയം. അതാണ് പാൻറ്റിമോണിയം. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് സ്പെല്ലിംഗ്. ബൂർഷ എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായിരിക്കും ഇതാണ് കറക്റ്റ് ബൂർഷയുടെ സ്പെല്ലിംഗ്. ഓക്കെ. BOURGEOIS. അടുത്ത ചോദ്യം, ദ പെൻ ഈസ് ഡാഷ് ദാൻ ദ സ്വോർഡ്. അപ്പൊ ഇവിടെ ദാൻ വന്ന സ്ഥിതിക്ക് ഇവിടെ വരേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ നോക്കുമ്പോൾ സ്ട്രോങ്ങർ ആണോ, പവർഫുൾ ആണോ, ഫോഴ്സ്ഫുൾ ആണോ, മൈറ്റിയർ ആണ്. ഇതൊരു പ്രൂവബും കൂടെ ആണ്. അപ്പൊ അങ്ങനെ ആ പ്രൂവബിനനുസരിച്ചുള്ള സംഭവമാണ് വരുന്നത്. ഇവിടെ സ്ട്രോങ്ങറോ മൈറ്റിയറോ വരാം. പക്ഷെ പ്രൂവബിൽ എന്താണ് പറയുന്നത്? മൈറ്റിയർ എന്നാണ്. ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ ദ സ്വോർഡ് എന്നാണ് പറയുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഷീ ഈസ് ഡാഷ് ഓൾവേസ് ഗോയിങ് ടു
മീറ്റിംഗ്സ് ആൻഡ് ഓർഗനൈസിംഗ് പാർട്ടീസ്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവൾ എല്ലായ്പ്പോഴും എങ്ങനെയാണെന്നാ പറയുന്നത്? ആസ് ബിസി ആസ് എ ബി, ഒരു ബിയെ പോലെ ബിസിയാണെന്നാ പറയുന്നത്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഷീ ഈസ് ആസ് ബിസി ആസ് എ ബി, ആൾവേസ് ഗോയിങ് ടു മീറ്റിംഗ്സ് ആൻഡ് ഓർഗനൈസിംഗ് പാർട്ടീസ്. നമ്മളങ്ങനെ ചുറുചുറുക്കോടെ ഇങ്ങനെയുള്ള മീറ്റിംഗിലും എന്തെങ്കിലും പരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ എങ്ങനെ പറയാൻ പറ്റും? ആസ് ബിസി ആസ് എ ബി എന്ന് പറയാൻ പറ്റും. ഭയങ്കര സ്പീഡ്, വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും സ്മാർട്ടായിട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ആസ് ബിസി ആസ് എ ബി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ലാസ്റ്റ് ഇയർ ഹി ഡാഷ് ദ SSLC എക്സാമിനേഷൻ വിത്ത് ഡിസ്റ്റിങ്ഷൻ. ഇവിടെ ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ തന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞ ടൈമിംഗ് വേർഡ് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള വെർബാണ് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ഏതാണ്? ഈ പാസ്റ്റ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നത്തിങ് വിൽ ഹാപ്പൻ ഡാഷ്. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നമുക്ക് വിൽ എന്ന് പറയുന്ന സഹായക്രിയ വന്നിട്ടുണ്ട്. അപ്പം വില്ല് നമുക്ക് എടുക്കാം. ഇനി ഈ നത്തിങ് എന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവ് ആണ്. അപ്പം വില്ലിന്റെ കൂടെ നോട്ട് ചേർക്കണ്ട. അപ്പൊ വിൽ. ഇനി നത്തിങ്ങിന്റെ പ്രൊനൗൺ എന്താണ്? ഇറ്റ് ആണ്. എന്താണ്? ഇറ്റ്. വിൽ ഇറ്റ് എന്ന് വരും. നോക്കുക, ഇതാണ് കറക്റ്റ് ആൻസർ. വിൽ ഇറ്റ്. അടുത്ത ചോദ്യം, ദ മാൻ ഡാഷ് റൈറ്റ്സ് ദ ബുക്ക് ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പം മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്, വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ ഏതാണ് എഴുതേണ്ടത്? ഹൂ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ദ മാൻ ഹു റൈറ്റ്സ് ദ ബുക്ക് ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഇത് റിലേറ്റീവ് പ്രൊണൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം റിലേറ്റീവ് പ്രൊണൗൺ നമ്മൾ നോക്കേണ്ടത് എന്തിനെ കുറിച്ച് പറയുന്നതനുസരിച്ച്. ഇവിടെ വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഹൂ ആണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ? സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ. ഇവിടെ ഹൂസ് ഉണ്ട്, ഹൂസ് നമ്മൾ വ്യക്തികളെ കുറിച്ച് പറയാം. എന്നാൽ ഈ ഡാഷിന് ശേഷം ഒരു ടെൻസ് ഫോം ഉള്ള വെർബ് വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഹൂവേ ഉപയോഗിക്കാവൂ. കാരണം എന്താ? അവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, മൗണ്ട് എവറസ്റ്റ് ഈസ് ഡാഷ് പീക്ക് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്, അല്ലെ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ സൂപ്പർലേറ്റീവ് ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ എന്തായിരിക്കണം? ദ ഹയസ്റ്റ്. ഇതാണ് കറക്റ്റ്. ഹയസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിന്റെ കൂടെ ദാം കൂടെ ചേർക്കണം. ദ ഹയസ്റ്റ് എന്നതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹി വുഡ് ബൈ എ കാർ ഡാഷ്. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഇഫ് ക്ലോസിലെ മെയിൻ ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്, വുഡ് ബൈ. അങ്ങനെ വുഡ് ബൈ എന്ന് പറയണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? സിമ്പിൾ പാസ്റ്റിലുള്ള ഇഫ് ക്ലോസ് ആണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റിലായിട്ട് വന്നിരിക്കുന്നത് ഏതാ? നോക്കുമ്പോൾ ഏതാണ്? ഹാഡ്. ഇഫ് ഹി ഹാഡ് ദ മണി. ഇതാണ് കറക്റ്റ് ആൻസർ. ഒബ്സിക്യൂസ് എന്നതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫ്യൂണറൽ റൈറ്റ്സ് ആണോ, എക്സസീവ്ലി റെസ്പെക്ട്ഫുൾ ആണോ, വാം ആൻഡ് ഫ്രണ്ട്ലി ആണോ, ഡേഞ്ചറസ് ആണോ? ഇതിൽ ഏതായിരിക്കും? അപ്പൊ ഏതായിരിക്കും? എക്സസീവ്ലി റെസ്പെക്ട്ഫുൾ ആണ്. വളരെയധികം റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ ഒബ്സിക്യൂസ് എന്ന് പറയും. അടുത്ത ചോദ്യം, ഇഫ് ഐ ഹാഡ് ടൈം ഐ ഡാഷ് ദ എക്സിബിഷൻ. അപ്പം നോക്കിയത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കുക, ഹാഡാണ് വന്നിരിക്കുന്നത്. ഇഫ് ഐ ഹാഡ് ടൈം എന്ന് പറയുമ്പോൾ ആ ഹാഡ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വി വൺ എന്ന രീതിയിൽ വരണം. ഇവിടെ അങ്ങനെ വന്നിരിക്കുന്ന നോക്കാം, ഷുഡ് വിസിറ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് 14 years സിൻസ് ഐ ഡാഷ് ഹിം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ ഇറ്റ് ഈസ് വന്നിട്ട് പിന്നെ സിൻസ് വരികയാണെങ്കിൽ അതിനുശേഷം വരേണ്ടതായിരിക്കണം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. അപ്പൊ ഈ തന്നിരിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ഏതാണ്? സോ ആണ്. സോ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹി ഡാഷ് മാഡ്നസ് ടു എസ്കേപ്പ് പണിഷ്മെന്റ്. അപ്പൊ ഇവിടെ നോക്കുക, ഫെയിൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫീഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫാറോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഏത് വരും? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ മാഡ്നസ് അഭിനയിച്ചു, അത് പ്രിറ്റൻഡ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പണിഷ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവന് ഭ്രാന്തനാണെന്ന് അവൻ അഭിനയിച്ചു എന്നർത്ഥമില്ല. അപ്പൊ അങ്ങനെ അർത്ഥം വരുന്ന ഏതാണ്? ഈ ഫെയിൻഡ് എന്ന് പറയുന്ന വാക്കാണ് ഫെയിൻഡ്. അപ്പൊ ഹി ഫെയിൻഡ് മാഡ്നസ് ടു എസ്കേപ്പ് പണിഷ്മെന്റ്. അടുത്ത ചോദ്യം, മദർ വിറ്റ് മീൻസ്. മദർ വിറ്റ് എന്ന് പറയുന്ന ആ ഇഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ എന്തായിരിക്കും? നാച്ചുറൽ കോമൺ സെൻസ് ആണ്. നാച്ചുറൽ കോമൺ സെൻസ് അതാണ് മദർ വിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഒക്കറൻസ് എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കുക, ഏതായിരിക്കും? ഒക്കറൻസിന്റെ പ്രത്യേകത എന്താ? 2 C വേണം, 2 R വേണം. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ്? ഇത് രണ്ടുമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആറിന് ശേഷം നമ്മൾ ഇ ആണ് വരേണ്ടത്. ഇവിടെ ആറിന് ശേഷം എ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ തെറ്റാണ്. ഇതാണ് കറക്റ്റ് ആൻസർ, ഒക്കറൻസ്. അടുത്ത ചോദ്യം, ദ ഓപ്പറേഷൻ ഡാഷ് ഹിസ് പെയിൻ ബട്ട് ദ ഇഞ്ചക്ഷൻ അലിവിയേറ്റഡ് ഇറ്റ്. ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് അണ്ടർലൈൻ. അലിവിയേറ്റഡിന്റെ ഓപ്പോസിറ്റ് അതായിരിക്കും അഗ്രവേറ്റഡ്. ഇതാണ് അഗ്രവേറ്റഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം,
പാക്ക് വൂൾസ് ഡാഷ് ബുക്സ്. അതായത് വൂൾസിന്റെ കളക്റ്റീവ് നൗൺ നമ്മൾ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്സിന്റെ കളക്റ്റീവ് നൗണെ നമുക്ക് എന്ത് വിളിക്കാം? പൈൽ ഓഫ് ബുക്സ്. ഇതാണ് പൈൽ ഓഫ് ബുക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഡോണ്ട് സ്ലീപ് ലേറ്റ് ആൻഡ് മിസ് ദ ബസ് സെഡ് മിസ്റ്റർ വർമ്മ. അപ്പൊ റിപ്പോർട്ട് ചെയ്യാനാണ്. നോക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട സെന്റൻസ് ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ വന്നിരിക്കുന്നത്? ഇംപറേറ്റീവ് സെന്റൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതെന്തായിരിക്കും? മിസ്റ്റർ വർമ്മ സെഡ് എന്നുള്ളത് നമുക്ക് എന്താക്കാം? അഡ്വൈസ്ഡ് എന്നാക്കാം. അപ്പൊ ഇവിടെ എല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്, അഡ്വൈസ്ഡ് എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അത് വേണ്ട. ഇവിടെ അഡ്വൈസ്ഡ് ഉണ്ട്, ഇവിടെ അഡ്വൈസ്ഡ് ഉണ്ട്. അപ്പൊ ഇത് ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്തും അഡ്വൈസ്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ബി എ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാത്തിനെയും പരിഗണിക്കാം. ഇനി ഈ പറയുന്ന ഇംപറേറ്റീവ് സെൻസ് എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്? ഡോണ്ടിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഡോണ്ടിൽ തുടങ്ങുന്ന ഇംപറേറ്റീവ് സെൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഡോണ്ട് മാറ്റി നമ്മൾ എന്താക്കണം? നോട്ട് ടു എന്നാക്കണം. ആ സ്ഥാനത്ത് നോട്ട് ടു എന്നാക്കണം. അപ്പൊ അങ്ങനെ വരും, മിസ്റ്റർ വർമ്മ അഡ്വൈസ്ഡ് നോട്ട് ടു സ്ലീപ് ലേറ്റ് ആൻഡ് മിസ് ദ ബസ്. അപ്പൊ അങ്ങനെ നോട്ട് ടു വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ ഇവിടെയും നോട്ട് ടു ഉണ്ട്, ഇവിടെയും നോട്ട് ടു ഉണ്ട്. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇംപറേറ്റീവ് ആയതുകൊണ്ട് വെർബ്സ് എല്ലാം ക്രിയകളെല്ലാം V1 ഫോമിൽ തന്നെ നിൽക്കണം. ഇവിടെ സ്ലീപ്പ് തന്നെയായിരിക്കണം, മിസ് തന്നെയായിരിക്കണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സ്ലീപ്പ് V1 ഫോമാണ്, ഇവിടെ ഇതും മിസ്സും V1 ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് കറക്റ്റ്. മിസ്റ്റർ വർമ്മ അഡ്വൈസ്ഡ് us നോട്ട് ടു സ്ലീപ് ലേറ്റ് ആൻഡ് മിസ് ദ ബസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, സം ഓഫ് us വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ. അപ്പൊ എന്താണ്? ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, നമ്മൾ സഹായക്രിയയാണ് കണ്ടെത്തേണ്ടത്. നേരിട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വെർബിനെ പിടിക്കുന്നു, വാണ്ടഡ്. ഇതിനകത്തെ സഹായക്രിയതാണ് ഡിഡ് ആണ്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഇത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഡിഡിന്റെ കൂടെ നോട്ടിന്റെ ചെറിയ ഇൻഡ് ചേർക്കുന്നു, ഡിഡിന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് us അതിന്റെ പ്രൊനൗൺ എഴുതണം. സം ഓഫ് us പ്രൊനൗൺ എന്താണ്? വി ആണ്. ഓക്കെ, അപ്പൊ ഡിഡിന്റ് വി, കാരണം അസ് വന്ന സ്ഥിതിക്ക് പിന്നെ വി എ പറയത്തുള്ളൂ. അപ്പം ഡിഡിന്റ് വി എന്ന് പറയണം. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ്? ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഷോപ്പ് കീപ്പർ offered to exchange the goods. The shopkeeper offered to refund the money using either or. either or ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം. അപ്പം ഇവിടെ ഷോപ്പ് കീപ്പർ രണ്ട് കാര്യം ചെയ്തത് ഏതൊക്കെയാണ്? ഓഫർ ടു എക്സ്ചേഞ്ച് ദ ഗുഡ്സും ഓഫർ ടു റീഫണ്ട് ദ മണി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഐദർ ഓർ വരുമ്പോൾ എവിടെയാണോ വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നത് അത് നമ്മൾ എടുക്കണം. ഇവിടെ അങ്ങനെ വ്യത്യസ്തപ്പെട്ട് കിടക്കുന്ന ഭാവം ഏതൊക്കെയാണ്? താണ്ടെ ഈ പറയുന്ന ടു എക്സ്ചേഞ്ച് ദ ഗുഡ്സും ടു റീഫണ്ട് ദ മണിയുമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ ഷോപ്പ് കീപ്പർ ഓഫേർഡ്, പിന്നെ നമ്മൾ ഏതൊരു ഉപയോഗിക്കണം, ഐദർ ടു എക്സ്ചേഞ്ച് ദ ഗുഡ്സ് ഓർ ടു റീഫണ്ട് ദ മണി. അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ്? അതിന്റെ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ വരും, ദ ഷോപ്പ് കീപ്പർ ഓഫേർഡ് ഐദർ ടു എക്സ്ചേഞ്ച് ദ ഗുഡ്സ് ഓർ ടു റീഫണ്ട് ദ മണി. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പൗണ്ട് നൗൺ. ഇതിനകത്ത് തന്നിരിക്കുന്നതിനകത്ത് കോമ്പൗണ്ട് നൗൺ അല്ലാത്തത് ഏതാണ്? ഹോഴ്സ് പവർ ആണോ, മാസ്റ്റർ പീസ് ആണോ, ഷൂ മേക്കർ ആണോ, ക്രോസ് എക്സാമിനാണോ? ഇതിനകത്ത് ഏതായിരിക്കും കോമ്പൗണ്ട് നൗൺ അല്ലാത്തത്? ഏതാണ്? ക്രോസ് എക്സാമിനാണ്. ഓക്കെ, ഇതൊഴിച്ച് ബാക്കിയെല്ലാം എന്താണ്? കോമ്പൗണ്ട് നൗൺ ആണ്. ഹോഴ്സ് പവർ കോമ്പൗണ്ട് നൗൺ ആണ്, മാസ്റ്റർ പീസ്, ഷൂ മേക്കർ ഇതെല്ലാം കോമ്പൗണ്ട് നൗൺസ് ആണ്. എന്നാൽ ഇവിടെ ക്രോസ് എക്സാമിൻ നോക്കുമ്പോൾ ക്രോസ് ഒരു നൗൺ ആയിട്ട് നമുക്ക് എടുക്കാം. എന്നാൽ എക്സാമിൻ എന്ന് പറയുമ്പോൾ എന്താ? വെർബാണ്. അടുത്ത ചോദ്യം, ഐ ഹാവ് നെവർ നോൺ സോ വെറ്റ് ഡാഷ് സമ്മർ. ഇത് മിക്കപ്പോഴും ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന. ഇവിടെ നമുക്കറിയാം സമ്മർ എന്ന് പറയുന്നതാണ് സീസൺ ആണ്. സാധാരണ സീസണിന്റെ തൊട്ടുമുമ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ദ ആണ്. എന്നാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇത്രത്തോളം വെറ്റായിട്ടുള്ള ഒരു സമ്മർ. അപ്പൊ ആ സമ്മർ നമ്മൾ ഒരു എന്ന് ഉദ്ദേശിക്കുകയാണ്. ഒരു സമ്മർ എനിക്ക് എന്റെ അറിവിലില്ല എന്നർത്ഥമില്ല. അപ്പൊ അങ്ങനെ അവിടെ ഒരു സമ്മർ എന്നാണ് പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് എ സമ്മർ, എ ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഐ ഡാഷ് ദ എക്സാമിനേഷൻ ബട്ട് മൈ ബ്രദർ ഫെയിൽഡ്. അപ്പൊ എന്താണ്? അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ ആയി വരിക? ഇവിടെ ഓപ്ഷൻസ് നോക്കുക. ഹോൾഡ് ഓൺ, ഗോ ത്രൂ, വെന്റ് ഓഫ്, ഗേവ് അപ്പ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചു, എന്റെ ബ്രദർ തോറ്റുപോയി. അപ്പൊ പരീക്ഷയ്ക്കൊക്കെ ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ടാസ്ക് ഉള്ള കാര്യം നമ്മൾ നേടിയെടുക്കുക എന്നൊക്കെ പറയാനുള്ള ഫ്രേസൽ വെർബുണ്ട്. എന്താണ്? ഗെറ്റ് ത്രൂ എന്നാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഗോ ത്രൂ. ഓക്കെ.
അടുത്ത ചോദ്യം, വി ഡാഷ് മീറ്റ് യു അറ്റ് 10 o'clock. അത് 10 മണിക്ക് കാണാം എന്നർത്ഥമില്ല. അപ്പോൾ അത് ഭാവിയിലെ ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ ടെൻസ് ആണ് വരേണ്ടത്. ഈ ഫ്യൂച്ചർ ടെൻസിൽ ഏതാണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ് വരേണ്ടത്. കാരണം എന്താ? ഒരു കൃത്യസമയം പറയുന്നുണ്ട്. ഭാവി കാലത്തിൽ ഒരു കൃത്യസമയം പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവിടെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചറിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് വില്ലോ ഷാൾ പ്ലസ് V1. ഇത് മീറ്റ് V1 വന്നിട്ടുണ്ട്. ഈ വില്ലോ ഷാളോ ചേർത്താൽ മതി. ഇവിടെ വന്നിരിക്കുന്നത് വില്ലാണ് വന്നിട്ടുള്ളത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫോർ ആൾ reticence and modesty, it was clear that she was a dash expert in her field. അപ്പൊ ഇത് എന്താണ്? ഫോറിൻ ഫ്രേസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അവളൊരു യഥാർത്ഥ എക്സ്പെർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജെന്യുവൻ എക്സ്പെർട്ട്. അങ്ങനെ വരുമ്പോൾ ജെന്യുവൻ എന്നുള്ളതിന്റെ ഫോറിൻ ഫ്രേസ് ഏതാണ്? ബോണാഫിഡി ആണ്. അതാണ് ബോണാഫിഡി. ഇതാണ് കറക്റ്റ് ആൻസർ. നോക്കുക, വിച്ച് വൺ ഹാസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്? ന്യൂമോണിയ എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതേതായിരിക്കും? ഉണ്ട്, ഈ ന്യൂമോണിയ ആണ്. ഓക്കെ, ഏതാണ്? PNEUMONIA, ന്യൂമോണിയ. ഇനി അടുത്ത് നോക്കുക, ദേ നെഗ്ലക്റ്റഡ് ദ ടീച്ചേഴ്സ് ഡാഷ്. ടീച്ചറിന്റെ ഉപദേശം നെഗ്ലക്ട് ചെയ്യുന്ന. ഉപദേശം എന്ന് പറയുന്ന അതിന് എന്താണ്? 2 സ്പെല്ലിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഉപദേശം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നൗൺ ഫോം ആണ്. അപ്പം നൗൺ ഫോം ആയാലും വെർബ് ഫോം ആയാലും നമ്മൾ അഡ്വൈസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്നാൽ സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട്. നൗൺ ഫോം ആണെങ്കിൽ വി കഴിഞ്ഞിട്ട് നമ്മൾ IC എന്നെഴുതും. വെർബ് ഫോം ആണെങ്കിൽ വി കഴിഞ്ഞിട്ട് നമ്മൾ ISC എന്നെഴുതും. അപ്പോൾ ഇവിടെ ഉപദേശം നൗൺ ഫോം ആണ് വരേണ്ടത്. IC എന്ന് അവസാനിക്കുന്ന അഡ്വൈസ് ആണ് വരേണ്ടത്. അതേതാണ്? ഈ പറയുന്ന C എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ക്രിറ്റിസിസം ഓഫ് അതർ റിലീജിയൻസ് ഡാഷ് ഹേറ്റഡ് ആൻഡ് വയലൻസ് അമോങ് ഇന്ത്യൻസ്. മറ്റുള്ള മതങ്ങളെ കുറിച്ചുള്ള വിമർശനം, വെറുപ്പും വയലൻസും ഇന്ത്യക്കാരിൽ കൂട്ടി, അതിന്റെ ആഴം കൂട്ടി നടത്തും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? ഫാൻ ദ ഫ്ലെയിം ഓഫ്, ആളിക്കത്തിച്ചു എന്നർത്ഥമില്ല. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, എ ഡൂക്സ് വൈഫ്സ് ഈസ് നോൺസ്. ഡ്യൂക്കിന്റെ വൈഫിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡച്ചസ് എന്ന് വിളിക്കാം. എന്താണ്? ഡച്ചസ്. അടുത്ത ചോദ്യം, ഐ കനോട്ട് ഡാഷ് വാട്ട് ഹീസ് സെയിങ്. എനിക്ക് അവൻ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മനസ്സിലാക്കുക എന്നുള്ളതിന്റെ ഫ്രേസൽ വെർബാണ് വരേണ്ടത്. അതാണ് മേക്ക് ഔട്ട് ആണ് വരേണ്ടത്. അതാണ് മേക്ക് ഔട്ട്. അടുത്ത ചോദ്യം, ഐദർ ദ സ്റ്റുഡൻസ് ഓർ ദ ടീച്ചർ ഡാഷ് കം. അപ്പൊ ഐദർ ഓർ പറയുമ്പോൾ ഓറിന് ശേഷം വന്നിരിക്കുന്ന നൗണിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ വെർബ് എഴുതേണ്ടത്. ഇവിടെ ഓറിന് ശേഷം വന്നിരിക്കുന്നതാണ് സിംഗുലർ ആണ്. തേർഡ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. സിംഗുലർ ആണ്. സിംഗുലർ ആയിട്ടുള്ള ഫോം ആണ് വരേണ്ടത്. ഇവിടെ സിംഗുലർ ആയിട്ടുള്ള ഫോം ഏതാണ്? നമുക്ക് ഹാസ് ബീനും ഉണ്ട്, ഹാസും ഉണ്ട്. ഹാസ് ബീൻ നമ്മൾ പാസീവ് വോയിസിന്റെ കൂടെയും ഹാസ് ആക്റ്റീവ് വോയിസിന്റെ കൂടെ ഉപയോഗിക്കും. ഇവിടെ എന്താണ്? ഇവിടെ സ്റ്റുഡൻസും ടീച്ചർ എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റിൽ തുടങ്ങുന്ന സെന്റൻസ് എന്തായിരിക്കും? ആക്റ്റീവ് വോയിസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഏതായിരിക്കും എഴുതേണ്ടത്? ഹാസ് ആണ് എഴുതേണ്ടത്. ഹാസ് കം. അടുത്ത ചോദ്യം, വൺ ഓഫ് ഹിസ് 2 സൺസ് രഘു ഈസ് ദ ഡാഷ്. ഇപ്പൊ 2 വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. 2 പുത്രന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ 2 പേരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. എങ്ങനെയാണെങ്കിൽ പോലും ഈ ദ എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ പോലും അവിടെ ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണ്? ടാളറാണ്. ഇവിടെ നമുക്ക് ടാളർ ദാൻ എന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ, ടാളർ ദാൻ എന്ന് പറയണമെങ്കിൽ ഇതാന് ശേഷം പിന്നീട് ഒരു നൗൺ വരണം. അത് വേണ്ട. ഇപ്പൊ ടാളർ. വൺ ഓഫ് ഹിസ് 2 സൺസ് രഘു ഈസ് ദ ടാളർ. ഇനി അടുത്ത ചോദ്യം, ഡാഷ് നോവൽ ദാറ്റ് യു ഗേവ് മീ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഒരു നോവലിനെ കുറിച്ചാണ് പറയുന്നത്. ആ നോവൽ ഏതാണ് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? നീ എനിക്ക് തന്ന നോവൽ. അപ്പൊ അങ്ങനെ ഈ നോവൽ എന്തായി മാറി? ഡെഫിനിറ്റ് ആയി മാറി. അങ്ങനെ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഡാഷ് ഹി ബോറോ ദ മണി യെസ്റ്റർഡേ. ഒരു ചോദ്യമാണ്. ഇപ്പൊ ചോദ്യമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡിലോ അല്ലെങ്കിൽ സഹായക്രിയയിലോ തുടങ്ങാം. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് തന്നിട്ടില്ല, പകരം സഹായക്രിയയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എസ്റ്റർഡേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ കാലത്തിലെ സഹായക്രിയ വരണം. ഇതിനകത്ത് കഴിഞ്ഞ കാലത്തിലെ സഹായക്രിയ ഏതാണ്? ഡിഡും വുഡുമാണ്. ഈ വുഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വാഗ്ദാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുമ്പോഴാണ് വുഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നടന്നൊരു കാര്യത്തെ പറയുമ്പോൾ ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഡിഡ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഡിഡ് ഹി ബോറോ ദ മണി യെസ്റ്റർഡേ
അവൻ ഇന്നലെ ആ പൈസ കടം വാങ്ങിച്ചോ എന്നാണ്. അപ്പോൾ ഡിഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഐ ആം നോട്ട് ലേറ്റ് ഡാഷ് ഐ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പം ആം വന്നു, ആം നോട്ട് എന്ന് വന്ന സ്ഥിതിക്ക് എന്താണ്, അത് നെഗറ്റീവാണ്. അപ്പോൾ ഇനി ആമ ആണ് ഇവിടെ ഉള്ളത്, ആം ഐ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഹാവ് യു ഡാഷ് മണി ഓൺ യു. അപ്പോൾ ഇത് ചോദ്യമാണ്. ചോദ്യമാകുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, കുറച്ച് പൈസയുണ്ടോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എനിയാണ് ഉപയോഗിക്കുന്നത്. ഹാവ് യു എനി മണി ഓൺ യു. അപ്പോൾ ഇവിടെ എനിയാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ സ്കൂൾ ദ ബെൽ ഡാഷ്. ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെൽ അടിച്ചു കഴിഞ്ഞിരുന്നു എന്ന്. അപ്പോൾ കഴിഞ്ഞ കാലത്തിലെ രണ്ട് സംഭവമാണ്. പിന്നെ കഴിഞ്ഞ കാലത്തിലെ രണ്ട് സംഭവത്തിന്റെ ഇടയിൽ ഒരു കാലതാമസം ഉണ്ടെങ്കിൽ ആദ്യം നടന്ന ക്രിയ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ഇവിടെ നോക്കാം, ഐ അറൈവ്ഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ആ സിമ്പിൾ പാസ്റ്റ് വന്ന സ്ഥിതിക്ക് ഇതാണ് ആദ്യം നടന്ന സംഭവം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ വരേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഏതാണ്, ഹാഡ് റങ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് ഇറ്റ് റെയിൻസ് വി ഡാഷ് ദ ഗെയിം. ഇഫ് ഇറ്റ് റെയിൻസ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ വിൽ ഓർ ഷാൾ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1 വരണം. ഇവിടെ നോക്കുമ്പോൾ ഷാൾ വന്നിട്ടുണ്ട്, പിന്നെ V1 വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഷീ ഹാഡ് എ പാഷൻ ഡാഷ് ഡാൻസ്. പാഷന് ശേഷം വരേണ്ട പ്രിപ്പോസിഷൻ അതാണ് ഫോർ ആണ്. പാഷൻ ഫോർ എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം, മൈ മദർ ആസ്ക്ഡ് മീ ഡാഷ് ഐ ഹാഡ് നോട്ട് ഫിനിഷ് ദ വർക്ക്. ഇപ്പൊ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് ഫിനിഷ് ചെയ്തില്ല, വർക്ക് ഫിനിഷ് ചെയ്തില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാരണമാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് നീ ഫിനിഷ് ചെയ്തിട്ടില്ല, വർക്ക് എന്തുകൊണ്ട് നീ ഫിനിഷ് ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കാരണത്തെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, വൈ ആണ് ഉപയോഗിക്കുന്നത്. അതാണ് വൈ. അപ്പൊ മൈ മദർ ആസ്ക്ഡ് മീ വൈ ഐ ഹാഡ് നോട്ട് ഫിനിഷ് ദ വർക്ക്. ഇതാണ് കറക്റ്റ് ആൻസർ. എന്നാലും ഇവിടെ PSC കൊടുത്തിരിക്കുന്ന ആൻസർ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. പക്ഷെ അതിനേക്കാൾ ഉചിതം ഇതാണ്. കുറച്ചും കൂടെ ഇത് ശരിയാവാം, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ യോജിക്കുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ. പക്ഷെ PSCയുടെ ചോദ്യമായതുകൊണ്ട് ചിലപ്പോൾ ഇതേ ചോദ്യം തന്നെ PSC ആവർത്തിക്കുമ്പോൾ ഇതേ ആൻസർ കീ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഇതേ എഴുതാവും. ഞാൻ എൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് ഫോർ ദ അണ്ടർലൈൻഡ് പാർട്ട്. നോക്കുക, ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്തിന് വൺ വേർഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, എന്താണ്, ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് മണി വേസ്റ്റ്ഫുള്ളി. അതായത് പൈസ ദൂർത്തടിച്ച് കളയുന്നതിന് അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അതിന്റെ വൺ വേർഡ് എന്താണ്, എക്സ്ട്രാ വാഗൻസ് ആണ്. ഇതാണ് എക്സ്ട്രാ വാഗൻസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ അംബർല ഈസ് ഡാഷ്. ഈ അംബർല നിങ്ങളുടേതാണ് എന്നാണ് വരേണ്ടത്, യുവേഴ്സ് ആണ്. ഇതാണ് യുവേഴ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് ബോറോ. ബോറോയുടെ ഓപ്പോസിറ്റ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്, ലെൻഡ് ആണ്. ബോറോ, ലെൻഡ്. അടുത്ത ചോദ്യം, ദ വേർഡ് വിച്ച് ഹാസ് ദ സെയിം മീനിങ് ഓഫ് പ്രൊമിനൻസ്. പ്രൊമിനൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്നത് ഏതാണ്, പ്രൊമിനൻസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ആ പ്രാധാന്യം എന്നാണ്. അപ്പം ഇമ്പോർട്ടൻസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഡാഷ് ക്രിക്കറ്റ് ഇസ് മൈ ഫേവററ്റ് പാസ് ടൈം. അത് ക്രിക്കറ്റ് കളിക്കുന്നതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട വിനോദം. ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ഒരിക്കലും എന്ത് വരാൻ പാടില്ല, ടെൻസ് ഫോം ഉള്ള വെർബ് വരാൻ പാടില്ല. ഇവിടെ നോക്കാം, പ്ലേ ടെൻസ് ഫോം ഉണ്ട്, പ്ലേഡ് ടെൻസ് ഫോം ഉണ്ട്, പ്ലേസ് ടെൻസ് ഫോം ഉണ്ട്. അങ്ങനെ ഇല്ലാത്തതാണ് പ്ലേയിങ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. പ്ലേയിങ് ക്രിക്കറ്റ് ഈസ് മൈ ഫേവററ്റ് പാസ് ടൈം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.